കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മദ്യം വിഷമാണ്. മദ്യപാനം നടക്കടാ. കർത്താവ് തമ്പുരാനാണ്, നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല. ആരെങ്കിലും കാണുന്ന കൈവിടാൻ കാണട്ര, 1000 ആള് കാണട്ര. നടക്കട നടക്കട. ഇപ്പൊ ഞാൻ പിടിച്ചു കൊണ്ടോണ്ട ഗതികേടായല്ലോ. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, മദ്യപാനിയായ ഭർത്താവ് ഭാര്യയ്ക്ക് കുരിശാണ്. മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ്. മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ്. ഇരിക്കൂ. അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ്. ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും. അച്ഛന് പണ്ട് കൽപ്പനയായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. എന്തായാലും ഞാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കില്ല. താനിരിക്കണ്ട, താനുണ്ടാവും എന്റെ കൂടെ. മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു. പാപ്പച്ചൻ കേൾക്കുന്നുണ്ടോ? അച്ഛനെന്തിനാ എന്റെ അടുത്ത് മാത്രം പറയണേ? അച്ഛൻ പറഞ്ഞ കേട്ടതൊന്നും ഇടവകയിൽ ഞാൻ മാത്രം കൂടിയുള്ളൂ. മിണ്ടാതിരിക്കണ അവിടെ. വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട. അച്ഛൻ പറഞ്ഞാ ശ്രദ്ധിക്കൂ. ഈ കള്ളിമുൾ ചെടിയിൽ നമ്മൾ ഇതേവരെ ഒഴിച്ചുകൊണ്ടിരുന്നത് ജലമായിരുന്നു. എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഈ ചെടിയിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത് മദ്യമായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഇതിൽ നിന്ന് ഒന്നും മനസ്സിലായിച്ചോ? നമ്മുടെ വയറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെളി വളർന്ന നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും. നേരെ മറിച്ച് 2 എണ്ണം ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവും ചെയ്യും. നമ്മൾ പൂർവാധികം ആരോഗ്യവനായിട്ട് ഇരിക്കും ചെയ്യും. അമ്മച്ചി കേട്ടില്ലേ? സെമിനാർ കഴിയുമ്പോ പാപ്പച്ചൻ മേടയിലേക്കൊന്ന് വരണം. അച്ഛോ, ഇനി ഞാൻ പോയിക്കോട്ടെ. എനിക്ക് നാടകത്തിന്റെ റിഹേഴ്സലുണ്ട്. മകനെ പാപ്പച്ച, എന്തോ ചീത്ത എന്ന് പറയിപ്പിക്കാൻ എളുപ്പാ. നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ, വളർന്നു വരുന്നവനാ. കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളൂ. ആട്ടെ, നീ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു നാടകം എഴുതും. അച്ഛൻ എന്തു വർത്താനീ പറയണേ? സമയം കിട്ടണ്ടേ? ദേ, കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ പ്രശ്നത്തോട് പാപ്പച്ചനെ സമീപിച്ചു തുടങ്ങി. പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കിയിട്ടുണ്ടോ? നോക്കണ്ടാലോ, അവര് വായിക്കണ്ട. പക്ഷെ ഈ പാപ്പച്ചൻ തോൽക്കില്ല. അച്ഛോ, ഈ പശ്ചിമത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോടനുബന്ധിച്ച് എന്റെ ഒരു നാടകമുണ്ട്. അതൊന്ന് വന്ന് അച്ഛൻ കണ്ടു നോക്ക്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ കൃത്യം 5 മണിക്ക് പശ്ചിമത്തോട് പഞ്ചായത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് അതിഗംഭീരമായ സ്വീകരണം നൽകുന്നതാണ്. നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യൻ MKS വാര്യർ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് വിജയിപ്പിക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സമ്മേളനാനന്തരം പശ്ചിമത്തോട് പ്രതിഭാ തിയേറ്റേഴ്സിലെ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്തന്റെ മകൻ ദുഷ്യത്തിന്റെ മകൻ എന്ന നൃത്തനാടകം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. മതി, ഇനി പാട്ട് നോക്കാം. അയ്യേ, നാടകം തുടങ്ങുന്നതിന് പോയിക്കാനുള്ള പാട്ടാ. ഒരു പണിയമായി ഞാൻ അനൗൺസ് ചെയ്യാം. മാത്രം തൊണ്ടക്ക് അതൊക്കെ ഞാൻ ശരിയായിക്കോളാം. നിന്റെ 2 കൈ കൊണ്ട് എന്നെ കഴിച്ചു അമർത്തി പിടിക്കേ. എന്റെ കുഴപ്പമില്ല, പിടിക്കേ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ കൃത്യം 5 മണിക്ക് പശ്ചിമത്തോട് പ്രതിഭാ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു. കഴുത്തെന്ന് പറ, ശ്വാസം മുട്ടുന്നു. മോനെ പാപ്പി, നിക്കണ വരെ ദൂറുകളെ, നിങ്ങൾ എങ്ങോട്ടെ കാലത്തെ തന്നെ നാടകത്തിന്റെ അനൗൺസ്മെന്റ് കഷ്ടപ്പെട്ടും പുല്ലരിഞ്ഞും പശുവിനെ കറന്ന് ജീവിക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തെ ഒരു നാടകം. അല്ല, പാപ്പച്ചൻ പറഞ്ഞിട്ടാ ഇപ്പൊ ഇറങ്ങി പോടാ. സുന്ദരേശനാ? ഏത് സുന്ദരേശൻ? എടാ, മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളയ്ക്ക് നാഴി കഞ്ഞി കൊടുക്കണം വല്ല വിചാരണ്ട. എനിക്ക് തരണ്ട. എടാ, നാടകം എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പേ വല്ലം തിന്നണമെങ്കിൽ ദൈവട് വിചാരിക്കണം. എന്റെ ഭാര്യ കൊണ്ടുപോയി തീറ്റിക്കടാ. അമ്മച്ചി, ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ്. ഈ പശുവിന് കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാർ എന്നെ കൊണ്ട് പുല്ല് തീറ്റി. മര്യാദക്ക് കൊണ്ടുപോയി തീറ്റിക്കടാ. അവന്റെ ഒരു നാടകം. അമ്മച്ചിക്ക് ഏതായാലും കലാബോധം ഇല്ല. നിനക്കെങ്കിലും കലാബോധം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ച. ഇങ്ങോട്ട് വാ. അമ്മച്ചി അതേ സ്വഭാവം. അങ്ങോട്ട് വാ. മനുഷ്യ മനസ്സുകളിൽ ഇക്കിളിയുടെ പൂത്താനമേന്തിയ പുരാണ കന്യക ശകുന്തളയുടെ ഭാവാഭിനയങ്ങൾ
എ ലവ് സ്റ്റോറി ഓഫ് ശകുന്തള ആൻഡ് ദുഷ്കന്ദൻ. പാപ്പച്ചന്റെ ലവ് സ്റ്റോറി ഓഫ് ദുഷ്കന്ദൻ ആൻഡ് ശകുന്തള. ദുഷ്യന്തന്റെ മകൻ അല്ലല്ലോ, ദുഷ്കന്ദൻ, സൺ ഓഫ് ദുഷ്കന്ദൻ. പാപ്പച്ചൻ സൺ ദുഷ്യന്തൻ. വലിയ ഇംഗ്ലീഷിലൊന്നും അനൗൺസ്മെന്റ് വേണ്ട, മലയാളത്തിൽ മതി. അല്ല പാപ്പച്ചൻ, മൈക്രോഫേഡാ. ഈ പശുവിന് കിടാവുണ്ടോ? പശുവിന് അപ്പനുണ്ട്. അപ്പന്റെ കിടാവായാലും മതി. എന്തിനാ? ശകുന്തളയുടെ ആശ്രമത്തിലെ മാൻകിടാവിന് പകരം കിട്ടാൻ കൊള്ളാം. വലിയ ഐഡിയ ഒന്നും വേണ്ട, അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും. ഒന്ന് നോട്ടീസ് വേണ്ട, ഒരാവശ്യമില്ലേ. എടാ, എന്റെ പേര് ഇത്തിരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ? നാടകത്തിന് ആട് കൂടണ്ടേ, ആള് കൂടണ്ടേ? അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ കുമാരനും കൂട്ടി അങ്ങോട്ട് വന്നോളാം. ആ വിട്ടോ. നമ്മുടെ പട്ടത്തോട് പഞ്ചായത്തിന്റെ അന്നിലുണ്ണിയായ പഷ്ണിത്തോട് പാപ്പച്ചൻ അവതരിപ്പിക്കുന്നു ദുഷ്യന്തന്റെ മകൻ. രാജാവിനോട് കുതിര പുറത്ത് പോണ മാതിരി അവിടെ കളിക്കില്ലാട്ടാ. അമ്മേ, അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? കത്താലും ഞാൻ വിടില്ല. അങ്ങനെയാലും പറ്റോ? നീ തന്നെ ഉഴാൻ കൊണ്ടുപോയ. അയ്യോ, നിന്നെ വിടുന്ന പ്രശ്നമില്ല. ഇതിന് വല്ല ഇറച്ചി വിട്ടുകാർക്ക് കൊടുക്കാണ്ട് എന്റെ കല വളവരുന്ന് എനിക്ക് തോന്നണില്ല. അങ്ങോട്ട് വാ കുമാരോ. ആരാ അത്? ഞാനമ്മേ, പാപ്പച്ചനാ. ആ, എന്താടാ ഇത്? എന്തു പറ്റി? ഒരു നോട്ടീസ് വായിച്ചത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നണേ. നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട. ചെല്ലെ, ഞാൻ ചായ എടുക്കാം. എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി. ഷൈൻ ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ? തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട. ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ. നീ എന്താ ആണിമിരിക്കുന്ന പോലെ നോക്കണേ? ഓശാരൊന്നല്ലല്ലോ, നാടകത്തിൽ നായവേഷം തന്നിട്ടല്ലേ? അയ്യടാ അമ്മ, ഞാൻ പോണട്ടാ. അമ്മേ, നീ ആരോടാ ഈ സംസാരിക്കണേ? ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയതാ. ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ. ഡ്രസ് റിഹേഴ്സലോ? ആ, നാളെ സ്റ്റേജിലാണ് ഇതിന്റെ ഡ്രസ്സെല്ലാം ധരിച്ചുകൊണ്ടുള്ള റിഹേഴ്സലാ. ഫൈനൽ റിഹേഴ്സൽ എന്നും പറയും. നാടകത്തിൽ കുമാരനുണ്ടോ? ഉണ്ടോന്നോ? അവനല്ലേ ദുഷ്യന്തൻ. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിന്യ തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ? മഹർഷേ, എന്റെ പോലെ അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്. അതോ 2-3 10-40 വണ്ട് കൂടിയിട്ടല്ലേ ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു. നശിപ്പിച്ച് ചോദിക്കാനുണ്ടോ? 10-40 വണ്ട് കൂടെ പിന്നെ നശിക്കൂലേ? എന്റെ അബ്ദുക്ക, നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വെറുതെ കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്ക് ഇതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാർ തമ്മിൽ വർഗീയത പാടില്ല. മലബാറിൽ 7 മഹർജി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അദ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തനായിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളൂ. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എന്താണ്ടോളെ പേര്? സൗന്ദര്യ. ആ, സൗന്ദര്യ. അവൾ ഇതുവരെ എത്തിയില്ലേ? അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കക്കൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ, ഞാൻ മോന്തയ്ക്ക് കുത്തകുത്തില്ലേ? അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ? അതിനാ അർക്കീസ് കുറുപ്പോന്റെ റേഷൻ കിടന്ന് വിട്ടിട്ട് വേണ്ടേ? ആ സുന്ദരേശ്വരി ഇതുവരെ എത്തിയില്ലേടാ? ഇല്ല മുതലാളി, അവൻ നാടകത്തിന്റെ അനൗൺസ്മെന്റുമായിട്ട് പോയിരിക്കുക. എന്റെ അമ്മയുടെ ഒരു അനൗൺസ്മെന്റ്. കുറെ നാടകക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നീ എന്നെ കാണാതെ അവനോട് കടയിൽ കയറെന്ന് പറഞ്ഞേക്ക്. ആ കാരണം കൊണ്ടാ. നീയേ അത് തൂക്കി കൊടുത്തിട്ട് കുമാരോട് ഞാൻ വരേണ്ടത് പറ. ആ, നമുക്ക് ആ പാട്ടൊന്നും നോക്കാം. ആ, നോക്കാം. പോട്ടെ, സാറിന് ക്ഷമിച്ചാല് സോറി പറഞ്ഞൂടെ? കുമാര, നിന്നെ അന്വേഷിച്ച് മുതലാളി കടയിലേക്ക് പോയിട്ടുണ്ട്. പാപ്പി, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താണത്? ദുഷ്യന്തൻ. ചെറ്റെ, അവന്റെ ഒരു രാജാപ്പാട്ട്. നിനക്കൊക്കെ വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ? അത് മുതലാളി, ഞാനത് അവിടെ
എടാ ഈ കെട്ടർ നിനക്ക് വാടകയ്ക്ക് ഇപ്പൊ എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത്? മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ വന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിങ് ആൻഡ് ഷേവിങ് ചെയ്തു തരാന്ന് എന്നിട്ട് നീ തോന്നിയാസം കാണിക്കുന്നത്? അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കിൽ ഇവിടെ കഴിയാം, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ. അവന്റെ അമ്മൂമ്മയുടെ ഒരു നാടകം കളി. വേഗം ചെയ്യടാ. ആരുണി ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലൂ. ഒരു വീക്കണെങ്കിലേ അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ ബാലെ. ഇങ്ങടുതാ, ഞാൻ പാടിത്തരാം. ആരും നീ ഭദ്ര കേക്ക്. ആരുനി ഭദ്രേ താപസകന്യേ ആശ്രമമേതെന്നു ചൊല്ലൂ, നീ ആശിപ്പതെന്തെന്നു ചൊല്ലൂ. ആരി കുമാരൻ. ഞങ്ങൾ നിക്കണോ പോണോ? സ്കൂൾ മാസ്റ്റർമാരാ, സ്ഥിരം പറ്റിയാരാ. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ അല്ല, രണ്ടാക്കും ചായ തന്നെയല്ലേ? അതെ, കടി ആവശ്യമുള്ള എന്താന്ന് ചേർത്തോളി, എന്നെ കാത്തിക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും, ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ബച്ചോപ്പ് നമ്മളതിലായി പോയില്ലേ. പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. 4 ചായ. ഇരിക്കി മോനെ, കടി എടുത്തോളിട്ടോ. ഈ നാടകം കാണുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നീ ക്യാമ്പിലേക്ക് അല്ലേ? ഞാൻ മുതലാളി വിശേഷം മൈക്ക് ഓണാണ്ട. ഞാൻ മുതലാളിയെ കണ്ട് ലീവ് എടുത്തേച്ചു വരാം. നിങ്ങൾ പൊയ്ക്കോ. സുന്ദരേശ വേഗം വന്നെ. ആ. ചേട്ടാ വിട്ടോ. എങ്ങോട്ടാ? അനൗൺസ്മെന്റ് തീർന്നിട്ടില്ല. ലീവ് ഒന്ന് നീട്ടി കിട്ടിയില്ല. എംബോക്കി, ഈ കട നിന്റെ തന്തയുടെ വകയാണോടാ? തോന്നുമ്പോ വന്ന് കയറാനും ഇറങ്ങിപ്പോവാനും. ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ, നാടകം കളിക്കാനല്ല. നിന്നിനി വേണ്ട വേറെ ആളെ വെച്ചു. മുതലാളി, തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലാളി ആ മനസ്സിലാക്കി. അതാ പറഞ്ഞത്, ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാടകം മാത്രം കളിച്ചാ മതി. കുറെ അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട് നാടകത്തിന്റെ മുതലാളി! പേരും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ. നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും പേശങ്കട എന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. അധികം നിന്ന് വാചകം അടിച്ചാ നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പഞ്ചാര വിശ്വംബരാ, നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതടാ. നിനക്ക് പുഴയിൽ ചീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ള ഒരു പണി ഉണ്ടായിരുന്നല്ലടാ. അവിടുത്തെ നാറ്റം പോരാഞ്ഞിട്ടാണോടാ നീ ഇവിടെ വന്ന് അതിനും അളിഞ്ഞു നാറിയ റേഷനരി വാരുന്നത്? നീ ഇത്ര അതപ്പതിച്ചതാണ് ഞാൻ കരുതില്ലടാ. നീ ഇറങ്ങി പോടാ തെണ്ടി. പണിയെടുക്കല്ല, മറ്റുള്ളവർക്ക് പണിയെടുക്കാൻ സമ്മതിക്കില്ല. ഇറങ്ങി പോ. വീടി പറഞ്ഞിട്ടാ പോന്നെ? ശകുന്തള വന്നേ, നമ്മളെ ശകുന്തള വന്നേ, പാപ്പച്ച ശകുന്തള വന്നേ. അമ്മ എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പീടി, ശകുന്തളയ്ക്ക് അമ്മ ആപ്പിള് വാങ്ങി തന്നില്ലേ സുന്ദരേശൻ? സൗന്ദര്യ, ഞാൻ കാത്തിരിക്കാനും മോളെ. നമുക്ക് അങ്ങോട്ട് എന്റേതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ പതുക്കെ ഇറങ്ങണേ. അമ്മ മോള് ഇവിടെ കുത്തിരി, അച്ഛൻ അവളോട് പോയി കുത്തിരിത്തോളൂ. മോള് ഇവിടെ തന്നെ കുത്തിരി. ഞാൻ ചായ ഒക്കെ കൊണ്ടു തരട്ടോ. ബീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ആപ്പിള് നമുക്ക് വാങ്ങിക്കണ്ട. അയ്യോ ചായ വേണ്ട, ശവു പാലേ കുടിക്കത്തുള്ളൂ. 2 ഗ്ലാസ് പാലെടുക്ക്, അല്ലെങ്കിൽ വേണ്ട 3 ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാൽ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു 2 ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കടാ. ഇത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയാവും. ഇവനിട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. കുമാരാ, അയ്യേ പതാ 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 പതാ. ഇപ്പൊ പോയോ? ഇപ്പൊ മുഴുവനകത്തേക്ക് പോയി. എന്നാ സൗന്ദര്യ മോളെ പാല് കുടിക്ക്. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ? ആ മുട്ട വെച്ചിട്ട് കൊടുക്കാൻ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. മോളെ ചായപ്പൊടി നമ്മളതാ. ഈറ്റയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു 10 വയസ്സിന് ഉപകാരമില്ല എന്ന് പേരെക്കൊണ്ട് ആ ബോർഡ് വിലയൊക്കെ നോക്കിയാണ്. അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല, ഈറ്റകളും നക്ക കണക്ക് എഴുതി വെച്ചാണ് ഞാൻ. ഇവരോട് ഒരു 10 വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കരം കൊടുക്കുന്ന എന്തിനാണ്? കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളായിട്ട് സഹകരിച്ച് കളിക്കുന്നത് സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്ക്. പാലെടുത്ത് കുടിക്ക്. ഏടാ കുമാര, വായി നോക്കി കണ്ട പ്ലേറ്റേക്ക് 2 പയർത്ത് കൊടുക്ക്. നിങ്ങൾ പോയിക്കോ, എനിക്ക് റേഷൻ കടയിൽ നിന്ന് പോണം. മനസ്സിലായി, നാളത്തേക്കുള്ള ബസ് ഫെയർ വാങ്ങാനല്ലേ? എടാ, തന്റെ അച്ഛനോട് ഇങ്ങനെ പിശുക്ക് കാണിക്കാതെ 1 മാസത്തെ ബസ് ഫെയർ ഒന്നിച്ച് തരാൻ പറ. ആര്? ഇവളോ? അതിനുള്ള ധൈര്യം വെക്കുണ്ടെങ്കിൽ കാക്ക മലന്ന് വെറുക്കും. അയ്യോ, ഞങ്ങളൊന്നും പറഞ്ഞില്ലേ. ഇവിടെയുള്ള എല്ലാവരെയും പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ, ദാ നല്ല മധുരമുള്ള പഴം കഴിക്കുന്നേ. വേണ്ടന്നേ. എന്താ ഇഷ്ടമല്ലേ? എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷകരമണി.
എടാ കുമാര കള്ള സൗന്ദര്യ ഭയം കൊടുക്കാൻ വേണ്ടി ഈ എന്നെ നിന്നാണ് നമുക്ക് അതും 2 ഭയം വേണ്ടി എന്നാ പിന്നെ കൊല നിങ്ങോട്ട് എടുത്തോളൂ പോട് ഞാൻ എടുത്ത് കൊടുത്തോളാം മോളെ അത് പിടിച്ചു അകത്തും പുറത്തുള്ള റിഹേഴ്സൽ വേണ്ട, നീ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. കളയടാ അത്. ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം. പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ. അതിന്റെ അടിയിലൊരു പൊതിയുണ്ട്, റേഷനരി അടിച്ചു വാരിയതാ കോഴിക്കോട് കൊടുക്കാൻ. ആ പൊടി വാറ്റി കളഞ്ഞാ വേണമെങ്കിൽ കഞ്ഞി വയ്ക്കാം. അച്ഛനൊന്നും മിണ്ടാതിരിക്കാമോ? മനുഷ്യർക്ക് കേൾക്കട്ടെടി കേൾക്കട്ടെ. അനാവശ്യമായിട്ട് കാശ് ചെലവാക്കി കളയാത്തത് കൊണ്ടാ ഞാൻ ഈ കാണുന്നതൊക്കെ സമ്പാദിച്ചത്. പിന്നെ പഞ്ചസാര ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം. പൊക്കോ. ഈ മണ്ണെണ്ണ പാത്രം ഇങ്ങനെ തുറന്നു വെച്ചാൽ അത് മുഴുവൻ ആവിയായിട്ട് പോകൂലേ? അതൊന്ന് വേഗം തൂക്കി കൊടുത്തിട്ട് എടുത്ത് മൂടി വെക്ക്. ചെല്ലേ. എവിടെ പോയി കിടക്കും സത്ത് കെട്ടത്? പാപ്പച്ചനാണോടെ? അല്ല വിശ്വംഭരനാ. ആ എന്റെ പശുവിനെ കണ്ടോ നീ? പാപ്പച്ച രാവിലെ കൊണ്ടുപോയതാ. ഇത്രയും നേരമായിട്ട് അവനെയും കാണാനില്ല, പശുവിനെയും കാണാനില്ല. ചേർത്തയുടെ പശുവിനെ ആ കുമാരന്റെ വീട്ടിൽ കെട്ടിയിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു. പാപ്പച്ചനാണെങ്കിൽ ഏതോ നാടകം വഴിയിട്ട കവലെ കിടന്ന് കറങ്ങുക. എന്റെ ഈശോ മറിയ ഔസേപ്പേ, ഇന്ന് അവന്റെ മുട്ടുകാലി തല്ലൊടിച്ചിട്ട് വേറെ കാര്യമുള്ളോ? ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ? അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിനിവിടെ ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്ത ആഴ്ച ഒരു പ്രശ്നമില്ല ഇനി. നമ്മളെ പറയാൻ താമസിക്കുന്നേ. അതെന്താ? എന്റെ ഖദീജയെ കൊണ്ട് പ്രസവിക്കാൻ പോവല്ലേ? കാമഡി. ഏത് പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് എന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല. അതെന്താ സുന്ദര? അമ്മ മരിച്ചു പോയില്ലേ? ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, ഈ ഒറ്റക്കളിക്ക് പോണ്ടെന്ന്. എന്റെ മോൾ എവിടെ നാടകത്തിന് പോയാലും അവളുടെ താമസ സൗകര്യം നോക്കുന്ന ഡയറക്ടറാ. എന്നാ നമുക്കൊരു പണിയില്ല, നമുക്ക് നേരെ പാപ്പച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അയ്യോ അവിടെ സൗകര്യം കുറവാണേ. ഉള്ള സൗകര്യം മതിയല്ലേ? അയ്യോ അത് മാത്രമല്ല, പാപ്പച്ചന്റെ അമ്മ. സുന്ദര വേണ്ട. എന്താ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ. നാടകം മാത്രല്ല, നാടകക്കാരി. ചിലപ്പോ ഒരാഴ്ചയൊക്കെ താമസിപ്പിച്ച അമ്മ വിടുള്ളൂ. എടാ പാപ്പച്ച, അമ്മ എടാ എണ്ണം കെട്ടവനെ, ഇതിനെങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേരെ നാടകം അഭിനയിക്കാൻ പോയിരിക്കുക. ഇങ്ങനൊരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റിൽ പിറന്നല്ലോ മാതാവേ. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത്. പാപ്പി, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനേ വന്നേരുടെ 3 നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഏതാണ് അവള്? ഹീറോനി. ആര്? ഹീറോനി. അതാണ് നിന്റെ പേര്? ഇവളെ കണ്ടിട്ടൊരു വശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ദേ ഇവളുടെ കൂടിയ കാലം നീ അടിഞ്ഞാടിയ നിന്റെ മുട്ടിയാണല്ലോ. പിടിക്കണ പിടിക്കടാ, നടക്കണ വീട്ടിൽ. കുമാര, ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ കോടാലിനെ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ. അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങണം. ഈ പശുവിന്റെ കാലിന കണ്ണാടി നോക്കി കുരകൻ മനസ്സിലാവൂടാ. വീട് പിടിക്കാൻ സമ്മതിക്കൂല പണ്ടാരം. മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ എന്തെടുക്കാ? ഇയാൾ എന്താ മുട്ടനായിട്ടിരിക്കുന്ന പോലെ? ഞാൻ ഡയലോഗ് പറഞ്ഞു നോക്കിയതാ. ശകുന്തള എവിടെ? മേക്കപ്പ് കഴിഞ്ഞോ? മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ ശകുന്തള സ്റ്റേജിൽ കയറി ഡയലോഗ് പറയണമെങ്കിൽ ആദ്യം എനിക്ക് കാശ് കിട്ടണം. എന്താ ചെയ്യാൻ? നാണയം കഴിയുമ്പോ പൈസ തരാന്ന് പറഞ്ഞല്ലേ? ശകുന്തള സ്റ്റേജിൽ ഊമയായിട്ട് നിൽക്കും. ഞാൻ ഇതുപോലെ പല നാടകവും പൊളിച്ചിട്ടുണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഞാൻ പൊളിച്ചെടുക്കുന്നു. സ്നേഹമുള്ള എന്റെ നാട്ടുകാരെ, നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹോഷ്പളമായ സ്വാഗതത്തിന് ഞാൻ അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയുമുള്ളവനാണ്. തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള ഈ ഗവൺമെന്റിന്റെ തൊഴിൽദാന പദ്ധതി ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അടുത്തതായി പ്രതിഭാ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകം ദുഷ്യന്തന്റെ മകൻ. അമ്മേ, അമ്മ ഞാനൊന്ന് നാടകം കാണാൻ പോയിക്കോട്ടെ അമ്മേ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ, പോയിരുന്നു പഠിക്കും. അമ്മ അമ്മ പ്ലീസ് പോയിക്കോട്ടെ അമ്മേ. നിന്നോടെ പറഞ്ഞത് പോയിരുന്നു പഠിക്കാൻ അല്ലേ? നമുക്ക് എന്തായാലും പ്രോഗ്രാം പ്രത്യേകിച്ച് ഉള്ളൂല്ലേ സാർ? കുറച്ചേരം നാടകം കണ്ടാലോ സാർ? ഇവിടെ പേടിക്കണ്ടോ, നാട്ടുംപുറവും സ്റ്റേജും കർട്ടനും ഹാർമോണിയവും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെയും തുടക്കം. അമ്മേ അമ്മ പ്ലീസ് ഞാൻ പോയിക്കോട്ടെ അമ്മേ. അച്ഛൻ വരണേന് മുമ്പ് നിർത്തണം. ഒറ്റയ്ക്ക് പോണ്ട. അപ്പുറത്തെ വീട്ടിൽ നിന്റെ ഫ്രണ്ട് രാജ കൂടെ വിളിച്ചോ. വിളിക്കാം.
എവിടെയാണ് ഞാൻ ഡയലോഗ് നീ കംപ്ലീറ്റ് തെറ്റിച്ചു ഇതിപ്പോ ദുഷന്ത ഞാനായിരുന്നെങ്കിൽ നാടകം കലക്കിയേനെ. നീ രണ്ടെണ്ണം കൂടി മറ്റൊരു ഒന്ന് നിർത്തറ. അച്ഛൻ ഇതിന് ആവശ്യമായിട്ട് സ്റ്റേജിൽ കയറി വന്നേ? അതെ, ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ ഫാദർ വട്ടക്കുഴി. ഞാൻ അറിയാതെ ഒന്ന് പാസ് ചെയ്തതാണ് മകനെ. അതെന്താ നാഷണൽ ഹൈവേ? മന്ത്രി അച്ഛനാണ് ഇതിന്റെ പിന്നിലല്ലേ? ഏയ് പാപ്പച്ചനാ. ഭക്ഷണത്തോട് പാപ്പച്ചൻ. അവാർഡിന്റെ കാര്യം. ഓ നമസ്കാരം. എന്താ മോന്റെ പേര്? കുമാരൻ. എടുക്കൻ. സാറിന് വിരോധമില്ലെങ്കിൽ സാറിന്റെ കൂടെ ഒരു ഫോട്ടോ. ഓ പിന്നെന്താ, ഓ. ഫോട്ടോഗ്രാഫർ അല്ലേ നമ്മുടെ കൂടെ? ഞാൻ വേണേ. അതാ ഞാനും പറഞ്ഞേ. അയ്യോ പാപ്പഞ്ചേട്ടന്റെ ഫോട്ടോ എന്റെയോ? പത്രത്തിലുണ്ട്. നോക്കിയേ, മന്ത്രിയുടെ അടുത്ത്. ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ? എന്നാ ഇതെന്തിനാ എനിക്ക്? കൊണ്ട് തേച്ചോടാ, ഇത് എന്റെ ഒരു സന്തോഷത്തിനല്ലേ. നിന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലാത്ത ചെയ്തോളാൻ പറയും. പൊക്കോ. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരശം മാത്രം ഇത് കുന്തം പോലെ ആയി പോയത്. അത് കുന്തം പോലെ അല്ല, അത് കുന്തം തന്നെയാണ്. സുന്ദരേശൻ അതിനകത്ത് ഇല്ലാതുക്ക. നേരെ തന്നെ. അല്ല, അത് ഇത്ര കഷ്ടായി പോയിട്ടോ. മോൻ എത്ര വിഷമം ഉണ്ടാവൂലേ? പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച, ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ വരുമായിരുന്നില്ലേ? ഇപ്പൊ എന്റെ കുന്തം മാത്രമല്ലടാ ഇവിടെ ഉള്ളൂ. നിന്റെ കുന്തമെങ്കിലും ഉണ്ടല്ലോ, എന്റെ അതുകൂടി ഇല്ല. എന്റെ ആ പാപ്പച്ചൻ തള്ളി മാറ്റി. പാപ്പച്ചൻ പാവാടാ. ആ കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ. അയാൾ എന്റെ റേഷൻ കടയിൽ നിന്ന് സമയാസമയം റിഹേഴ്സലിന് വിട്ടിരുന്നെങ്കിൽ ഈ ദുഷന്തന്റെ വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ്. എങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുമായിരുന്നില്ലേ? എനിക്കിന്ന് കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം. എന്തോന്ന് നാടകം? കണ്ട അമ്പട്ടനും അണ്ടനും അടകോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും, റേഷൻ അരിയേക്കാളും നാറും. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. സുന്ദര താൻ ജോലി എന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ. ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കലാകാരൻ മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോഴി കോതമ്പ്. തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും. സുന്ദര, നീ മിണ്ടരുത്, മിണ്ടരുത്. സുന്ദരശ വീട്ടു പോ. എന്നെ തൊട്ടു പോകരുത്. എനിക്ക് ഇങ്ങനത്തെ സംസാരിക്കാൻ. കള്ളടിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ആ വീട്ടിൽ പോടാ, വീട്ടിൽ പോ. പത്രത്തിൽ ഫോട്ടോ വന്നെന്ന് കരുതി നീ കൂടുതൽ സൈൻ ചെയ്യില്ലേ? ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരൻ ദിവാകരനും മറച്ചു വിറ്റ കാര്യം ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമായണം തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്. ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവെങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? പൈന്റ് പോട്ടെ, ഒരു കോട്ട് ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? വീട്ടിൽ പോയാൽ പാപ്പച്ചൻ പറഞ്ഞാൽ ഞാൻ കേൾക്കും. ഇവൻ കലാകാരനാ. കലാകാരന് കലാകാരന്റെ അടുത്ത് ബഹുമാനമുണ്ട്. നീ പാപ്പച്ച അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് അവന്മാരെല്ലാം പ്രതികാരം ചെയ്യണം. ശരി ശരി ശരി, നീ വീട്ടിൽ പോ. വീട്ടിൽ പോ. പറഞ്ഞാൽ ഞാൻ പോവും. ട്രൗസർ ഇടാണ്ട് പോടാ. ഇങ്ങനെ വീഴ്ച പോടാ അങ്ങോട്ട്. എന്താണ് മുഖത്ത് കടന്നിലൂത്തിയോ? കടന്നലിന്റെ ഒരു ഭാഗ്യേ. വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്തന്റെ മാതിരി അരക്കായി നോക്കായിരുന്നു. നാണമില്ലല്ലോ. ആർക്ക്? ദുഷ്യന്തനോ? ഞാൻ അത്ര പൊട്ടിയൊന്നല്ല. എന്തൊരു ശൃംഗാരായിരുന്നു ആട്ടുകാരിയുടെ അടുത്ത്. പഴം ഉരിച്ചു കൊടുക്കുന്നു, പാല് കുടിപ്പിക്കുന്നു. വിത്ത് ഗുണം 10 ഗുണം. എന്ത്? അല്ല, ഈ നാട്ടില് കലാബോധം ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ, തന്റെ അച്ഛൻ. ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതാ. തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ടല്ല. ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു. സ്കൂളിൽ പോവുക, മാവേലെറിയ, ആമ്പൽപ്പൂ പറിക്ക, ഓണം, വിഷു, തിരുവാതിര, ഉത്സവങ്ങള് എന്ത് രസമായിരുന്നു. ആരെയും പേടിക്കണ്ട.
ഇപ്പതാ തന്നൊന്ന് കാണണേ തന്നെ പാത്തും പതുങ്ങിയും നമുക്ക് വലുതാ ഉണ്ടായിരുന്നല്ലേ. എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ. നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നണ്ടോ? വേറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിക്കും. ഞാനന്ന് തൂങ്ങിച്ചാവും തീർച്ച. വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. അയ്യോ പ്രസാദ്, വൈകുന്നേരം കുളക്കടവിൽ കാണാം. എവിടെ പോണടി? വീട്ടില്. അമ്മാണ്ടോ വീട്ടില്? എനിക്കറിയില്ല. കേറ്. വേണ്ട. കേറാൻ. ആ പ്രസാദോ? അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കാന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലാണ്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. എന്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ. ഇനി ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ. ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം. അവനൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. എല്ലാവരോടും പറഞ്ഞു അവനെ തെമ്മാടിയാക്കുന്നതാ. ആകെ ഇവിടുത്തെ സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ. അകത്ത് കയറട്ടെ. എടീ, കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കയറും. ഒരാളുടെ ചെലവെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. നാളെ മൂലം പെട്രോൾ അടിക്കാനുള്ള കാശും ചോദിച്ചു കൊടുക്കും. 10 പൈസ ഞാൻ കൊടുക്കില്ല. ഒന്ന് വേഗം കയറാ. ഒരു പെണ്ണ് വരുന്ന പറഞ്ഞ് മണിക്കൂർ 4 വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കടാ. അയ്യടാ, ഞാൻ കുളിച്ചതാ. തമാശക്കാരൻ അവന്റെ എന്റെ മുണ്ട് വളർത്തിട്ട് പയ്യൻ വരാൻ മുണ്ട് പിടിച്ചിടാ. പെണ്ണ് വരുന്നേ. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് വിസ്തരിച്ചേ. അത് ഞാൻ ഏറ്റവും മോനെ. ദൈവമേ, ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയതിന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കിയേക്കണാട്ടില്ലേ? കേറി പൊടി. അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ? ഞാൻ പൊടി. മേലാല് നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനോടത്ത് കുളിപ്പിച്ചു. പശു കാലയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനോടത്ത് കുളിപ്പിക്കും. എന്താടാ പാപ്പച്ചന്റെ അമ്മ? അമ്മ, അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. കർത്താവ്, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ചു നേരം ആയുള്ളൂ. പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെല്ല്. എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ. വിഷമിക്കാനൊന്നുമില്ല. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. പാമ്പൊന്നും വരില്ലേ? ഈ മീനിക്കളിടാൻ കണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നിയതാണ് അവ കുളിക്കാൻ ഇറങ്ങാൻ. കാലനും കലികാലം കൊള്ളാം. നല്ല കാച്ചിങ് ടൈറ്റിൽ. കൂരാകൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച, പാപ്പച്ച, ആരാ? നിന്റെ കാലൻ. ഒന്നിറക്കി വേടാ. കാലനാ? ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പർ ആയിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത്, നിന്നെ നായകനാക്കിട്ട് ആദിവാസി നാടകം എഴുതിയാലോ എന്ന്. എന്റെ വായിലേക്ക് കേൾക്കരുത്. ഇപ്പൊ മുണ്ടെടുത്തോടാ. ആദിവാസി നാടകം മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലൊന്ന് ആലോചിക്കാം. പാപ്പി എന്റെ
ഇങ്ങോട്ട് വരില്ലമ്മേ. ഏത് പെണ്ണാടാ ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോ മിശിഹായെ, ഈ കുരുത്തം കെട്ടോ 7-ാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയല്ലോ. എടാ, മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം. അച്ഛോ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോടെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. വ്യഭിചാരം ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയാവോ? അച്ഛൻ പറയാതെ ഞാനങ്ങനെ ആ കേട്ടോ, നരകത്തിന്റെ നടുക്കൊരു മുള്ളുമുറുക്കുണ്ട്. നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുറുക്കി കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തുവിടും. മനസ്സിലായോ? എന്താടാ ചിരിക്കണത്? അല്ല, ഈ പാവികളെല്ലാം ഊർന്നിറങ്ങിയപ്പോ മുരുക്കിന്റെ മുള്ളെല്ലാം ഇപ്പൊ തേഞ്ഞ് ഒരുമാതിരി മെഴുമെഴുന്നായിണ്ടാവും. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ലാന്ന്. എടാ, നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടകം എഴുതി തരാൻ. നിനക്ക് ശകുന്തളി ദുഷ്യന്തനും മതിയല്ലോ. കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ. അച്ഛൻ ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശുള്ള പരിപാടിയാ. മാത്രല്ല അമ്പല കമ്മിറ്റിക്കാരും ബുക്ക് ചെയ്യൂല. പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമിമിക്രിയൊക്കെ മതിയല്ലോ. വേണ്ട വേണ്ട, വിസ്തരിക്കണ്ട. നിന്നെ കൊണ്ട് സാധിക്കില്ല. അത് തന്നെ കാര്യം. കാരണം ബൈബിള് വായിച്ചിരിക്കണം. അതില്ലല്ലോ. ശരി, ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ഓ, നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ. നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം. കർത്താവേ, സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. എന്ത് ചെയ്യാം, ഇറക്കാൻ കാശ് വേണ്ടേ? എടാ, എനിക്ക് നായകവേഷം തരുമെന്നുണ്ടെങ്കിൽ ഈ ചായപ്പൂടെ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങാമെന്ന് സമ്മതിച്ച ആളല്ലേ ഞാൻ. ചതിക്കല്ലേ അബ്ദുക്ക, നിങ്ങൾ ഈ ചായക്കട വിറ്റാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും. ആരുടെ ഫാദർ വട്ടക്കുഴി എല്ലാരും പള്ളിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഫാദർ പൂജ നാളെ തുടങ്ങി. അസ്തദിക്കുകൾ കിടിലം കൊള്ളുമാറ് റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന എന്റെ സർപ്പസന്തതികളെ, വെനീസിലെ സുന്ദരി, രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി. പാപ്പച്ചൻ വരുന്ന സംവിധാനം ചെയ്ത് തന്നാ മതി. വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു, അടി അടി അടി, നിന്റെ ചാട്ടുവാറുകൾക്ക് വിശ്രമം കൊടുക്കാതെ അടി. മനുഷ്യനെ കൊണ്ട് ചവിട്ടിമതിക്കുന്ന ദുഷ്ടസന്തതി, നിന്റെ ബലം ക്ഷയിക്കുന്നത് വരെ അടി. കലക്കി അച്ചോ, പാപ്പച്ചനെഴുതിയ നാടകത്തിനേക്കാളും ഉഗ്ര നാടകം. അടിമയുടെ വേഷം ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു. നിനക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ വേഷം തരാം. എന്താ? അല്ല, ഇവനാവുമ്പോ കുരിശിന് പകരം രണ്ട് ഈർക്കിലി വെച്ച് കെട്ടിയാ മതിയല്ലോ. ഇവിടെ വേഷങ്ങൾ തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ. അല്ല, അതൊക്കെ കണ്ടില്ലല്ലോ. അച്ഛൻ ട്രൂപ്പ് തുടങ്ങി അറിഞ്ഞപ്പോഴേ നായിക ബുക്ക് ചെയ്യാൻ പോയിരിക്കുക. ഓഹോ, ആ, ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു. വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ, നീയാണ് അടിമ. രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു. ഇരിക്കെ. അറിഞ്ഞതായി ഭാവിക്കണ്ട. പെണ്ണ് കാണാൻ വന്നിരിക്കുക. മേപ്പാടത്തെ ദാമോദരക്കുറുപ്പിന്റെ മോനാ. ചടങ്ങുകളിലൊന്നും പുള്ളിക്ക് താല്പര്യമില്ല. ചെറുക്കന് നമ്മുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാഗ്യം. ഇഷ്ടപ്പെടും. ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാ. എനിക്ക് ആദ്യം അവിടെ മനസ്സിലായില്ല. പിന്നെ അച്ഛനൊക്കെ സുഖായിരിക്കണോ? ഞങ്ങള് പഴയ ബന്ധ. ഇപ്പൊ നിങ്ങളുടെ ആ കവലയിലുള്ള മില്ലില്ലേ, അതെ, അതും അമ്മയോട് കച്ചവടാക്കി കൊടുത്തത് ഞാനാ. അത് വാങ്ങിയതിനു ശേഷം എന്താ ഐശ്വര്യം. ഇപ്പൊ എത്രയാ മില്ലുകള്. എന്നാ മോളോട് 2 ചായ കൊണ്ടുവരാൻ പറ. ഞാനതങ്ങോട്ട് മറന്നു. മോളെ ലക്ഷ്മി, 2 ചായ. ആ, അച്ഛനല്ലാട്ടോ, മധുരട്ടോളൂ. മോനിപ്പോ എന്ത് ചെയ്യണു? എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുക. വല്ലവരുടെയും കമ്പനിയിൽ എഞ്ചിനീയറായിട്ട് ജോലിക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. ഉള്ള ബിസിനസ് തന്നെ നോക്കി നടത്താൻ ആളില്ലെന്നാ മുതലാളി പറയണത്. ശ്രദ്ധിച്ചു നോക്കിക്കോ. അനർഘ നിർഗളമായി ഒഴുകുന്ന ജീവിത നദിയുടെ മറുകര നിന്നുകൊണ്ട് അവൾ വിളിച്ചു, ചേട്ടാ.
പാപ്പച്ച, ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കി. പ്രൈവറ്റ് ആയിട്ട് 2 വരി എഴുതാൻ പോലും സമ്മതിക്കില്ല. എന്താടാ കാര്യം? എടാ, ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു. നന്നായി, ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. മനുഷ്യരോട് ഭ്രാന്ത് പിടിച്ച് നടക്കുമ്പോൾ അവന്റെ ഒരു... നീ വിഷമിക്കാതിരി. ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്ത്? ഇതിലെ നായകൻ നിന്നെ പോലെ പേടിത്തൂർണ, പക്ഷെ കൂട്ടുകാരനുണ്ടല്ലോ, ആള് ഭയങ്കരനാ. നമുക്ക് വഴി ഉണ്ടാക്കടാ. ഇവിടെ ആരുമില്ല. നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പോയി പറഞ്ഞിട്ട് വന്നോളാം. ആരെങ്കിലും വരാൻ ഞാൻ വിസിലടിക്കാം. വിസിലടിച്ച ആളെക്കുട്ടി കൊന്നോളി ഞാൻ. വിസിലടിക്കാൻ പാടില്ല അല്ലേ? അടിക്കാം, പക്ഷെ അതിന്റെ അവസാനത്തെ അടിയായിരിക്കും. ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ? ഓ, കാമുമാരൊരു ഗതിയേടെ. എന്തായാലും ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. ലക്ഷ്മി, 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 വാതിലോർക്ക്. ലക്ഷ്മി, വാതിലോർക്ക്. ഇല്ല, ഞാൻ തുറക്കില്ല. ഒരു കുഴപ്പമില്ല. അയ്യോ, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. അച്ഛനെന്താ കൂർക്ക? എനിക്ക് പേടിയാവുന്നു. വാതിൽ തുറക്ക്, ഞാൻ പറഞ്ഞ കേക്ക്. വാതിലോർക്ക്. ഓ, ഈ കുറ്റിയക്കാരാ കണ്ടുപിടിച്ച്. മനസ്സിലാവില്ല. അച്ഛനമ്മ അറിഞ്ഞ എനിക്ക് പേടിയാവുന്നു. നീ എങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചോ, അവനെയും കൊല്ലും നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. റേഷനരി മണപ്പിച്ച് ബോധം കെടുത്താം. വേണം കുമാരി. ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോ? ഡോണ്ട് വെറി, ഞാനും സെയിം പ്രൊഫഷനാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഏത് ജയിലിലായിരുന്നു? ഞാൻ പൂജപ്രേത. കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു. കൊച്ചു കള്ള. ഞാൻ സാധാരണ ഒറ്റയ്ക്ക, ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല. ഒക്കെ ചതിയന്മാരാ. എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി. അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ, ഒരു കാര്യം മറന്നു. യോഗമുണ്ടെങ്കിൽ നമുക്ക് വിയ്യൂര് ജയിലിൽ വെച്ച് കാണാം. നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലുണ്ട് നീ വിളിച്ചു പറയും. അത് വേണ്ട, നിന്നെന്റെ കയ്യിൽ കിട്ടും. അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്യും. എനിക്ക് പേടിയാവുന്നു. എന്താ ചെയ്യാ? ഒന്ന് പെട്ടെന്ന് മാറുന്നത്. ഒരു കള്ളൻ കയറി. എവിടെ? ഇനി കള്ളനാന്നും പറഞ്ഞു കുമാരനെ ഞാൻ അവര് കയറി പിടിക്കോ? ഞങ്ങൾ കണ്ടതാണെന്നേ. പിന്നെ ഏത് വഴിക്ക് പോയി? എന്താ കുറിപ്പേട്ടാ? ഒരു കള്ളം വന്നു എന്ന് പറയണു. ഇവരെ ഓടിച്ചിവിടെ കൊണ്ടുവന്നു. പിടിക്കോ? എന്നിട്ട് എല്ലാരും നോക്കി നിൽക്കണേ. പോയി നോക്കടാ. നിങ്ങൾ അങ്ങോട്ട് പോ. നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ പോയി നോക്കാൻ. പോയി നോക്കടാ. ചേട്ടാ, അകത്ത് കയറാൻ. അപ്പൊ ഞാൻ കള്ളനെ ഒന്നും പറയണ്ട, അകത്ത് കയറാൻ. അല്ല ചേട്ടാ, ഞാൻ എങ്ങോട്ടാ നീ എവിടെയെങ്കിലും പോ. മോളെ ലക്ഷ്മി. എവിടെയാ പോണേ? അച്ഛനാത്. ആ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടുകാരെ വിളിട്ട് ഓടിക്കുക. എവിടെയാണ് പതുങ്ങിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലേ? ആ, ഒന്നാമത് ഇപ്പോ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ. രാത്രിയായി ഇറങ്ങും.
താടിത്തെണ്ടിനെ കിട്ടിങ്ങ ഈ തെണ്ടിനെ രക്ഷിക്കായിരുന്നു. അല്ലാതെ നിന്റെ അപ്പൻ എന്താ എന്താ അല്ലേടാ ഞങ്ങൾ ആളറിയാതെ ഇവിടെ കള്ള റേഷൻ കാർഡ് അഡ്രസ് ആയിട്ട് വരും എന്നാ പിടിച്ചോളാൻ പറഞ്ഞിട്ട്. ഒന്ന് പോയടാ പോയേ പോടാ അവിടുന്ന്. വല്ലം പറ്റിയോടാ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ? എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ. ഇത് ടർപ്പറ്റ് കളിക്കുന്നു. 3 നേരം കഴിച്ചാൽ കുറയും. മരുന്ന് കുറയല്ലേ? മരുന്നല്ല, തന്റെ അസുഖം കുറയുന്നു. ആ. യോഗ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. എങ്ങനെയുണ്ട് കുമാര നാടൻകുളിയൊക്കെ? ചേട്ടനൊന്ന് വന്ന് കാണ്. ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. ചീഞ്ഞ മുട്ടയും തക്കാളി ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷനാ. കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും. ഡ്യൂട്ടിയാ സമയം. എന്താണത്? ആ, ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടിൽ കള്ളം കയറിയ കിട്ടിയായിരിക്കും. ആഹാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പിന്നെ എന്നിട്ട് അബ്ദുക്ക പോലീസ്. ഞാനിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ. ഇടവും വലവും. ഉറപ്പേ ഇത് നിങ്ങളുടെ വകയാണോ? അതെല്ലോ. ഈശ്വര, ഇത് എവിടെ നിന്ന് കിട്ടി? വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത്. നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ, എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ. ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനായിട്ടുള്ളത്? പ്ലീസ്. കുമാരൻ, ഈ തെണ്ടിത്തരത്തിന് കൂട്ടിക്കില്ലാട്ടോ ഞാൻ. ഇതെന്റെ ലാസ്റ്റ് തപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ. പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ഓക്കെ, ഞാൻ ഏറ്റു. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം. അന്ന് അച്ഛന്റെ മേടെ കയറി ഇവൻ തന്നെ ആയിരിക്കും. തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. ആ, എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ? എടുക്കടാ. നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളനെ പിടിച്ചതല്ലേ, ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ പറഞ്ഞേക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോടെ നേരിട്ട് ഇന്ന് ആദ്യമായിട്ടാ. അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ. മിണ്ടലട പന്നി. സാറേ, ഒരു ചായ കുടിച്ചിട്ടോ? അവര് വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട. എനിക്ക് തിരക്കൊന്നുമില്ല സാർ. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ. ഞാൻ ഇന്നും വരും. അച്ഛനെങ്ങാനും അറിഞ്ഞ? ഓ, പിന്നെ നിന്റെ ഒരു അച്ഛനെങ്ങനെ പിടിച്ചിട്ട് ഈ കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞു. ഓടിക്കോ ഓടിക്കോ. നമ്മള് പാപ്പച്ചനാണല്ലോ പാപ്പച്ചാ, എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? പാപ്പച്ചാ. എടാ, നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനും ചെയ്തില്ല. മോനെ, എന്താ പറ്റിയെന്ന് അത്തുക്കനോട് പറയും. എനിക്കൊന്നും മനസ്സിലായി. നിങ്ങളാരും ചോദിക്കും എന്ത് പാപ്പച്ച? എന്ത്? എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ. അയ്യോ, എന്റെ മോനെ, എന്റെ ഈശ്വരാ, വട്ടായി പോകുന്നു തോന്നുന്നു. എന്റെ കർത്താവേ. പിടിക്കവിടെ. കരയണ്ടാട്ടാ, ഇപ്പൊ ശരിയാക്കി തരാം. കാണി. എന്താ ചെയ്യാ? എന്റെ സൗണ്ട് ശരിയായി. അമ്മേ, വളരെ ഉപകാരടാ.
ഇത്രയും നല്ല ചേർച്ചയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജോത്സ്യര് പറഞ്ഞത്. ഒക്കെ അവളുടെ ഭാഗ്യ. എണ്ണ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. ഏറ്റവും ഒട്ടും ഒരു മുഹൂർത്തം അങ്ങോട്ട് നിശ്ചയിക്കുക. നീ എന്താ മോളെ പറയുന്നേ? എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മ, എനിക്ക് ഇനിയും പഠിക്കണം. പഠിച്ചതൊക്കെ മതി അച്ഛനിപ്പോ പറഞ്ഞില്ലേ? എനിക്ക് ഇനിയും പഠിക്കണം. വെറുതെ അച്ഛനോട് വാശി പഠിപ്പിക്കണ്ട. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താ ഇവിടെ? കരയല്ലേ? അവക്കിപ്പോ കല്യാണം വേണ്ടത്രേ, ഇനിയും പഠിക്കണമെന്ന്. ഓ, പഠിച്ചിനി വലിയ കളക്ടർ ആവാൻ പോവല്ലേ? ദേ, ഇത്രയും നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. ഒക്കെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി പറയണ അനുസരിച്ചാ മതി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. തർക്കുത്തരം പറഞ്ഞാലല്ല കൊന്നുകളെ ഞാൻ. എടി, നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണോടി? വിളച്ചെടുത്താണല്ലോ നീ ഞാൻ അരിഞ്ഞുകളയും. സത്യം, നീ ഒരൊറ്റ ഇവിടെ ചീത്തയാക്കണത്. ആ, ഒന്ന് വേഗം ആവട്ടാ. നല്ല ഒന്നാന്തരം തറവാടാ. ഇട്ടുകൂടാൻ ആവശ്യത്തിന് പണം. ഒക്കെ അവളുടെ ഭാഗ്യ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. തറവാടും തമ്മിലല്ലേ ചേരൂ. ഇനി 3 ദിവസമല്ലേ ഉള്ളൂ കല്യാണത്തിന്. അതാണ് പ്രശ്നം. 100 കൂട്ടക്കാരെ കൂടി ചെയ്തു തീർക്കാനുണ്ട്. കുറിയൊക്കെ അടിച്ചു കിട്ടി. കുറച്ച് കുറി നിന്നെ ഏൽപ്പിക്കാം. അതെല്ലായിടത്തുനിന്ന് എത്തിക്കണേ. നിന്റെ പേരിൽ ഒരു എഴുതി എടുത്തോ. അല്ലെങ്കിൽ വേണ്ട, വെറുതെ എന്തിനാ ഒരു കാർഡ് കളയണേ. പിന്നെ 1-2 ദിവസം മുമ്പ് തന്നെ നീ അങ്ങ് പോരെ. ഒരൊറ്റ പണിക്കാരെ കിട്ടാനില്ല. പണിക്ക ആള് വേണേ. പിന്നെ ഇതെവിടെ നോക്കിട്ടാണ് ചെരക്കണേ കഴുതേ? ശരിയാക്കോ. ഈ അവസ്ഥയിൽ എന്നെ ആരെങ്കിലും കണ്ട ധർമ്മം തരും. എന്ത് പറ്റി പാപ്പച്ച? എന്തു പറ്റിന്നുള്ളത് വീട്ടിൽ ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കുമാരൻ അവിടെ പോയി. അവനെ നല്ല സുഖമില്ലാന്നും പറഞ്ഞ് നേരത്തെ കട അടച്ചു പോയി. അവളെനിക്ക് കൈവിട്ട് പോയടാ. ഒരുപാട് മോഹിച്ചിട്ടിപ്പോ. നീ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലും എങ്ങനെയാ? ഞാനല്ലാതെ അവളുടെ കഴുത്തിൽ വേറെ ആരെങ്കിലും താലി കിട്ടിയ അവളെന്ന് ആത്മഹത്യ ചെയ്യും. എനിക്കത് ഉറപ്പാ. നിന്റെ വർത്തമാനം കേട്ടതൊന്നും ലോകത്ത് അവള് മാത്രമേ പെണ്ണുള്ളൂ. എല്ലാം നിനക്കറിയാലോ. കുഞ്ഞുനാൾ മുതല് ഇതുവരെയുള്ളതെല്ലാം. എനിക്ക് അവളെ നഷ്ടപ്പെടാൻ പാടില്ല പാപ്പച്ച. അവളെനിക്ക് വേണം. നീ എന്തെങ്ങനെ? ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ വിളിച്ച അവൾ ഇറങ്ങി വരുമോ? 100 വട്ടം. എന്നാ പിന്നെ ഒരു വഴിയുള്ളൂ. രാത്രി പോയി പെണ്ണിനെ വിളിച്ചിറക്കൊണ്ട് വരാം. നാളെ പോയി രജിസ്റ്റർ ചെയ്യാം. നീ പേടിക്കണ്ടടാ, ധൈര്യമായിട്ടിരി. നിനക്ക് ഞങ്ങളില്ലടാ. ഞാൻ പോയി ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. ടാക്സിക്കാരൊക്കെ രാവിലെ തന്നെ എത്തൂലേ? ആ സമയത്ത് ബുദ്ധിമുട്ടാകരുത്. എന്നാ നീ പോയിക്കോ. പണിക്കൊരു വാർപ്പ് തന്നില്ല. തന്നില്ലേ? ഇല്ല, ഞാൻ വരാം. എനിക്ക് നേരത്തെ അറിയാതെ അയാൾ തരില്ല എന്ന്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. കഴിവറ മോളെ ഓടിവിടെ. ഇവരെന്റെ മോളുടെ തൊട്ടുപോയത്. ഇവരെന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ. തന്റെ മോളെ
അതിന് ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ മോൾക്കും കൂടി ഇഷ്ടണ്ടായിട്ടില്ല അവൾ ഇറങ്ങിപ്പോന്നെ. ഇക്കണക്കിന് വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം. കുറുപ്പേട്ട, കല്യാണത്തിന്റെ തലേന്ന് കാമുവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല. അത് ശരിയാ. അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ. ഇവള് കെട്ടിത്തൂക്കി ചത്താലും ശരി, ഈ പിഴച്ചവന് ഞാൻ കൊടുക്കൂല. ഇവൻ ആരാന്നറിയോ നിങ്ങക്ക്? വർഷങ്ങൾക്ക് മുമ്പ് ക്ഷവരക്കാരൻ നാണപ്പൻ ഗർഭിണിയായ മകളെ കൊണ്ട് നാട്ടിൽ വന്നപ്പോ കേറിക്കിടക്കാൻ ഇടം കൊടുത്തത് എന്റെ അച്ഛനാ. കട നടത്താൻ മുറി കൊടുത്തത് ഞങ്ങളുടെ ഘട്ടത്തിലാ, മനുഷ്യത്വം വിചാരിച്ച്. എന്നിട്ടിപ്പോ അവസാനം അവൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ മാനം ചരക്കാൻ തുടങ്ങി. ഇവനെ ജനിപ്പിച്ച തന്ത ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. അറിയാമെങ്കിൽ പറയണ പിഴച്ചുണ്ടായ സ്വന്തതി. തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കുവോ? പറയേ. ആദ്യം നിന്റെ അച്ഛനാരാന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് പെണ്ണി ചോദിക്കട തന്തയില്ലാത്തോനെ. പടിയൂടെ ഞാൻ ശരിയാക്കി തരാം. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു കരച്ചിലായിരുന്നു നമ്മുടെ മറുപടി. പക്ഷെ ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കുക. എന്നെ തന്നില്ലാത്തൊന്ന് വിളിച്ച് ഇതിലും ഭേദം ജനിച്ചപ്പോ തന്നെ എന്നെ കൊല്ലായിരുന്നില്ല അമ്മ. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എല്ലാം. പറയാൻ വയ്യെങ്കിൽ വേണ്ടമേ. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഈ അപമാനവും പേറി ഒരു പിഴച്ചുപെട്ട സന്തതിയെ ജീവിച്ചോളാം. നൊന്ത് പെറ്റ് താലോലിച്ചു വളർത്തി എന്നേക്കാൾ അമ്മയ്ക്ക് വലുത് അമ്മയുടെ സ്വാർത്ഥമാണല്ലോ. അമ്മ കരയരുത്. എനിക്ക് അച്ഛനില്ലെന്നല്ലേ ഉള്ളൂ, അമ്മയുണ്ടല്ലോ. ഞാൻ ഒരിക്കലും അമ്മ വിട്ടു പോവില്ല. അങ്ങനെ പോയ ഈ ലോകത്ത് എനിക്കിന് വേറെ ആരും ഉണ്ടാവില്ല അമ്മ. എന്നാലും ഒരാഗ്രഹം, എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരൊന്നറിയാൻ. എന്റെ അച്ഛനെ അപമാനിക്കില്ലെന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു തരണം. സത്യം.
പോലീസിന് പെട്ടെന്ന് സംശയം ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസ് സാറിനോടൊന്ന് പറയണം. ശരി തമ്പ്ര. ഇപ്പോഴല്ല, നാളെ. തമ്പ്ര, 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 പോലീസ് നാട് നിങ്ങളെ തരുന്നുണ്ട്. തമ്പ്രാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ. മോളെ, തല പോയാലും തമ്പ്രാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയല്ലേ. അമ്മേ, അമ്മേ, അമ്മേ. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രോഗ്രാം? സാർ, ആ സെന്റ് മേരീസ് ഓർഫനേജില് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, കേരള മുഖ്യൻ അഭിവാദ്യങ്ങൾ. എന്തിനാടോ തൊണ്ട കളയണത്? ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോ പോരെ. അങ്ങോട്ട് മാറി നിൽക്കുക. ഒന്ന് മാറൂ. അവിടെ നിൽക്കണോ? എനിക്ക് കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്നും പറയണ്ട. ആരാ? അതൊരു ചാക്യാരാ. അവശകലാകാരന്മാരുടെ പെൻഷന് വേണ്ടിയാ. ഓ, വരൂ. അപേക്ഷ അയച്ചിട്ട് കാലായി. ഇപ്പോ കൂത്തും കൂടിയാട്ടൊന്നും ആർക്കും വേണ്ടാലോ. വയസ്സുമായി. വീട്ടിലച്ഛ കഷ്ടത്തിലാണേ. എന്തെങ്കിലും പെൻഷൻ അനുവദിച്ച് കിട്ടിയാല്. സാങ്ഷൻ വിത്തിൻ 24 hours. യെസ് സാർ. വിഷമിക്കണ്ട, ശരി. തൽക്കാലം ഇത് വെച്ചോളൂ. എന്റെ പൊന്നു ചങ്ങാതി, വാർത്തയാക്കാനത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയൊന്നും അല്ല, തികച്ചും വ്യക്തിപരമാണ്. ഈ തുമ്മുന്നതും ചീറ്റുന്നതും ഒക്കെ വാർത്തയാക്കുന്നതാണ് പത്രധർമ്മം എന്ന് വിചാരിച്ചാൽ ഇപ്പൊ എന്താ ചെയ്യാ? ഞാനും കുറെ കാലം ഈ കയ്യിലും കുത്തി നടന്നതാണ്. എന്താ സാർ? അല്ല, മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയായിരുന്നു. നമസ്കാരം. അപ്പോ തുടങ്ങാം ഇല്ലേ നമ്പ്യാരെ? തുടങ്ങാം. തുടങ്ങിക്കോ. സമ്പൂർണ്ണ മദ്യനിരോധനത്തെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? സമ്പൂർണ്ണ മദ്യനിരോധനത്തെ പറ്റി നമ്പ്യാർക്കുള്ള പേടി എനിക്ക് മനസ്സിലാവും. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെന്തിനാ പ്രത്യേകിച്ചൊരു മദ്യനിരോധനം? മക്കൾ രാഷ്ട്രീയത്തെ പാർട്ടി അനുകൂലിക്കുന്നുണ്ടോ? ഇന്നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഞങ്ങൾ അവരുടെ സേവകരാണ്. സമ്മതിദായകർ ഞങ്ങളുടെ യജമാനന്മാരാണ്. അല്ലാതെ
അച്ഛൻ രാഷ്ട്രീയം മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് അധികാരം ധനസമ്പാദനത്തിനുള്ള മാർഗമാക്കുന്നവരോട് ഞങ്ങൾക്ക് യാതൊരു അനുഭവമില്ല. പാർട്ടിക്ക് ഒരു നയമുണ്ട്, ഒരു സിദ്ധാന്തമുണ്ട്. അതനുസരിച്ചേ ഞങ്ങൾ പ്രവർത്തിക്കൂ. ആദർശവാനാണെന്നും അഴിമതി ഇല്ലാത്തവനാണെന്നും എല്ലാ പത്രങ്ങളിലും അങ്ങയെക്കുറിച്ച് എഴുതുമ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു MLA തന്നെ അതിനെ നിഷേധിച്ച് പ്രസ്താവന ഇറക്കിയല്ലോ. ആഭാസനും തെമ്മാടിയുമായ ഒരു മകനെ തറവാട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെച്ചാൽ അവൻ പുറത്തിറങ്ങി കുടുംബക്കാരെ മുഴുവൻ ചീത്ത വിളിക്കുക എന്നുള്ളത് സാധാരണയാണ്. ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം. മറ്റൊരു പണിയും കിട്ടാതെ ഒരു സുപ്രഭാതത്തിൽ അലക്കിത്തേച്ച കുപ്പായം ഇട്ടുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ നേതാവല്ല ഞാൻ. ആദർശങ്ങളുടെ പേരിൽ തല്ലുകൊണ്ട് തിണുത്ത പാടുകൾ ഇപ്പോഴുമുണ്ട് മുതുകില്. ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ട്. പാർട്ടിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്നവൻ ആരായാലും ശരി, അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. MLA എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്, അല്ലാതെ മാസ്റ്റർ ഓഫ് ലേഡീസ് ഏജൻസ് എന്നല്ല. അയാളുടെ ഒടുക്കത്തെ ഒരു പ്രസ്താവന. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും പോരാഞ്ഞ് ഇപ്പൊ പറഞ്ഞ് നാറ്റിക്കാനും തുടങ്ങിയോ? പെൺവാണിഭം പോലും. ഇതൊന്നും ഇവിടെ ആരും ചെയ്യാത്തതുപോലെ. പാർട്ടി ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ ഓരോരുത്തന്മാര് ഇതിനേക്കാൾ വലിയ നാറിയ മാങ്ങാപ്പണി ചെയ്തിരിക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുമെന്ന് വിചാരിച്ചാ ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത് തന്നെ. അന്യ സംസ്ഥാനങ്ങളിൽ ഓരോ MLA-മാരുടെയും മന്ത്രിമാരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോ കൊതിയാവുകയാ. സൂഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവര് എത്ര കോടികളോ അമ്മ അടിച്ചു മാറ്റുന്നത് ആർക്കും ഒരു പരാതിയില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് വാദം അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. മുഖ്യന് നാട്ടിൽ നല്ല ഇമേജാ. ആദർശവാനാണെന്ന് പ്രതിപക്ഷം പോലും പരസ്യമായി സമ്മതിക്കുന്ന ആളാ. അയാളുടെ ഒരു ഇമേജും ആദർശവും അധികാര കസേരയിൽ നിന്ന് ഞാൻ അയാളെ വലിച്ച് താഴേക്കിടും. അതിനുവേണ്ടി എന്ത് തറപ്പണി ചെയ്യാനും എനിക്ക് മടിയില്ല. നിങ്ങളൊക്കെ ഇത് അനുഭവിക്കണം. മുറച്ചിറക്കനായി ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവളെ വലിയ കൊമ്പത്ത് കെട്ടിക്കാൻ നോക്കിയതല്ലേ, അനുഭവിക്കണം. അമ്മ എന്റെ കല്യാണക്കാരി അമ്മാനോട് പറഞ്ഞപ്പോ അന്ന് അമ്മാൻ എന്താ പറഞ്ഞത്? ഞാൻ തെമ്മാടിയാണ്, കഞ്ചാവാണ്, ലാവിഷാണ്. അതിൽ വലിയ സത്യമൊന്നുമില്ല. ആ ശരിയാ, ഞാൻ തെമ്മാടി തന്നെ. പക്ഷെ ലക്ഷ്മിയെ കെട്ടാൻ വരുന്നതിന്റെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ഈ കല്യാണം മുടങ്ങുമായിരുന്നു. ഇനി ഞാനോട് ഇവിടെ കൈയൊഴിഞ്ഞ ജീവിതകാലം മുഴുവൻ അവൾ ഇവിടെ മൂത്ത് വരച്ച് നിൽക്കേണ്ടി വരും. അത്രയ്ക്ക് നാറി കഥകളാ നാട് മുഴുവൻ പാട്ടായിരിക്കുന്നത്. അല്ലച്ചോ, ഇവൻ ആ കല്യാണം മുടക്കിയെന്ന് പറഞ്ഞാൽ കുറുപ്പ് കല്ല് തുള്ളി ഇറക്കാ. അയാളുടെ കയ്യിൽ അങ്ങനെ കിട്ടിയ വെറുതെ വിടുന്നു തോന്നണ്ടോ? അവരിപ്പോ വീട്ടുകാർ മുഴുവൻ ഒന്നായി. എത്ര നാളെന്ന് വെച്ച് നീ അച്ഛനെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ കഴിയാ? ബാർബർ കുമാർ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി മോനാന്ന് പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കുന്നു എനിക്ക് തോന്നണ്ടോ? ഈ വിവരം നമ്മൾ 3 പേരല്ലാതെ പുറത്താരും അറിയണ്ട. ഞാൻ ഏതായാലും അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ ഒരു ബന്ധവും പറഞ്ഞ് ഇവിടെ വന്നാൽ അടിച്ചിറക്കുക വേണ്ടത്. തന്റെ ആങ്ങളെ ആയതുകൊണ്ട് തനിക്ക് വിഷമമുണ്ടാവും. പക്ഷെ എനിക്ക് ഇങ്ങനൊരു അളിയനെ വേണ്ട. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് അയാൾ കാട്ടിക്കൂട്ടണത്. സർക്കാർ കാര്യങ്ങൾ നടത്തി കൊടുക്കാന്ന് പറഞ്ഞ അയാൾ പലരോടും പണം വാങ്ങാറുണ്ടത്രേ. എന്നെങ്കിലും ഒരു ദിവസം തെളിവ് സഹിതം എന്റെ കിട്ടും. ഇവളെ നിന്നോടല്ല, ഇവളെ കല്യാണം കഴിക്കാൻ പോലും ചെറുക്കന്റെ വീട്ടില് പെണ്ണിന്റെ അമ്മാവനാണെന്ന് പറഞ്ഞ് കയറി ചെല്ലുക, മൂക്കത്തും കള്ളു കുടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുക. ഇതിപ്പോ നാണക്കേട് എനിക്ക് ഉണ്ടാവാനുണ്ടോ? കള്ളിന് വേണ്ടി എന്തലവരായത്തരവും കാണിക്കാൻ മടിയില്ലാത്ത ഒരളിയൻ. എന്റെ ദൈവമേ, ഈ കാലത്ത് ബന്ധുക്കളെ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒഴിച്ചു തരികയും ചെയ്യും, ചെന്ന് കൊടുക്കുകയും ചെയ്യും. ഇനി മാനിയന്മാരെ പോലെ പെരക്കാത്തിരുന്ന് മര്യാദയ്ക്കായിരിക്കാന്ന് വെച്ചാല് പ്രോട്ടോക്കോളുമേ അളിയം വരും. ഇനി ഇതൊക്കെ മാർഗമില്ല. പഠിത്ത മുളക് മോളായിരുന്നോ? അമ്മാവ് 2 ദിവസമായിട്ട് എവിടെയായിരുന്നു? പല പല കാര്യങ്ങളല്ലേ മോളെ. പിന്നെ മോളെ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു. നല്ല മിടുക്കൻ. എന്തൊരു ബഹുമാനാന്നറിയാവോ? എനിക്ക് ഒഴിച്ചു തന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലും അവൻ കഴിച്ചില്ല. ആമ്പിളായി ഇങ്ങനെ വേണം. എല്ലാ വിവരവും അച്ഛൻ അറിഞ്ഞു. അച്ഛൻ ആകെ ചൂടായിരിക്കുക. അങ്ങോട്ട് ചെല്ല്, കിട്ടിക്കോളും.
ഞാൻ ഫാദർ വട്ടക്കുഴി. അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിരുന്നു. ശരി ഫാദർ. CM അകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട്, വരൂ. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. തെറ്റ് എന്റെ തന്നെയാണ്. ഒരിക്കലും ചതിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഫാദർ. സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ജയിലിൽ വെച്ച് പല കത്തുകൾ വായിച്ചു. ഒന്നിനും മറുപടി കിട്ടിയില്ല. ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ആദ്യം അന്വേഷിച്ചത് അവരെയാണ്. പോയത് ആ നാട്ടിലേക്കാണ്. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. ഗർഭിണിയായ മകൾ നാടിന് ഒരു അപവാദമായി മാറിയപ്പോഴും വിപ്ലവത്തിന്റെ സന്തതിക്ക് ജന്മം നൽകിയവന്റെ പേര് അവര് പുറത്തു പറഞ്ഞില്ല. നാട് മുഴുവൻ ബഹുമാനിക്കുന്ന വലിയൊരു മനുഷ്യന്റെ സൽപ്പേരിന് കളങ്കം വരുത്തണ്ടെന്ന് കരുതിയിട്ടാവും അവര് നാട് വിട്ടു തന്നെ. ഒരിക്കലും എന്റെ അമ്മയ്ക്ക് ഞാനൊരു മനസ്സമാധാനം കൊടുത്തിട്ടില്ല. പോലീസ് പലപ്പോഴും അമ്മയെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അപ്പോഴെല്ലാം ഒളിവിൽ കഴിയുന്ന എന്റെ ആയുസിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ അന്ത്യാഭിലാഷമായിരുന്നു ഞാൻ ഒരു കല്യാണം കഴിച്ച് കാണണമെന്ന്. ജീവിതത്തിൽ വേദനകൾ മാത്രം നൽകിയിട്ടുള്ള ഈ മകന് ആ ആഗ്രഹം നിഷേധിക്കാനായില്ല. അവസാന കാലത്ത് അമ്മ ചൂണ്ടിക്കാണിച്ച പെണ്ണിനെ ഞാൻ കൈപിടിച്ചു. ഒരു മകന്റെ കടമ നിർവഹിച്ചു. ഇന്ന് എനിക്കൊരു കുടുംബമുണ്ട്. എന്റെ മകളുടെ വിവാഹം വരെ തീരുമാനിച്ചിരിക്കുക. ഇപ്പൊ എനിക്കൊരു മകനുണ്ടെന്നറിഞ്ഞാൽ ഒരു ദുർനടത്തക്കാരനായി എല്ലാരും എന്നെ കാണും. അവരച്ഛനെ കിട്ടിയപ്പോ അമ്മ നഷ്ടപ്പെട്ടു. എനിക്ക് മകനെ കിട്ടുമ്പോ എന്റെ കുടുംബം നഷ്ടപ്പെടാൻ പാടില്ല ഫാദർ. ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അങ്ങാണ്. അവന്റെ അമ്മയുടെ മരണത്തിന് പോലും ഞാനാണ് കാരണക്കാരൻ എന്നെനിക്കിപ്പോ തോന്നുന്നു. എന്റെ മോനെ ഞാൻ തള്ളി പറയില്ല ഫാദർ. പക്ഷേ ഈ ഒരവസ്ഥയിൽ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക? എന്തായാലും എനിക്ക് അവനെ ഒന്ന് കാണണം. മുഖ്യമന്ത്രിക്ക് ഒരു ജാരസന്ധ ഉണ്ടെന്ന് അറിഞ്ഞ ശത്രുക്കൾ വെറുതെ വിടൂ. നാട് മുഴുവൻ ഇളക്കി മറിക്കില്ലേ അവര്. അധികാര സ്ഥാനമാനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമല്ല. പക്ഷെ ഈ ഒരു കാര്യം അദ്ദേഹത്തിന്റെ കുടുംബ ഭദ്രത മുഴുവൻ തകർക്കും. അത് തകരരുത്. എന്നെ നിഷേധിക്കാതെ, തള്ളി പറയാതെ ഫാദറിന്റെ മുമ്പിലെങ്കിലും അച്ഛനെ അംഗീകരിച്ചല്ലോ. ഇനി ഈ ഗ്രാമം മുഴുവനും എന്നെ തന്തയില്ലാത്തൊന്ന് വിളിച്ചാലും എനിക്ക് നിൽക്കില്ല. എനിക്കറിയാം ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്റെ അച്ഛനാണെന്ന്. അച്ഛനറിയാം ഈ ബാർബർ കുമാരൻ അദ്ദേഹത്തിന്റെ മകനാണ്. എനിക്കത് മതി. നിന്നെ അദ്ദേഹത്തിനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടിക്കൊണ്ടില്ല നീ വാക്ക് കൊടുത്തു. ചേട്ടനാ ഇത് കണ്ടപ്പോ പിരിയാനും വയ്യ, എന്നാലിട്ട് അടുക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലായല്ലോ കർത്താവേ. എന്റെ അഭിപ്രായത്തിൽ കുമാരനോട് ഒന്ന് പോണത് ശരിയല്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതാരെങ്കിലും അറിഞ്ഞാ ഇവിടെ ഭൂകമ്പായിരിക്കില്ലേ? ഭൂകമ്പം. അത് ആരറിയാണ്ട് സൂക്ഷിച്ചാ പോരെ? അവന് ഇവിടെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ അച്ഛനും മോനും ദിവസം കാണും ചെയ്യാം. അതിനുള്ള വിദ്യാഭ്യാസമൊന്നും അവനില്ലല്ലോ. ഇവിടുത്തെ തോട്ടത്തിലെ പുല്ല് വെട്ടാൻ അത്ര വലിയ യോഗ്യത ഒന്നും വേണ്ടല്ലോ. ആ ജോലിയൊക്കെ ചെയ്യിക്കാന്ന് വെച്ചാ
ഈ മുടിവെട്ടിനേക്കാൾ എത്ര വലിയ ഭേദമുള്ള ജോലി വെച്ചോ ചെടിവെട്ട്. ഇതൊരു പ്രൊമോഷനായിട്ട് കൂട്ടിയാ മതി. ഒരു കണക്കിന് അതും ശരിയാ. ഗാർഡനിങ് ഒരു നല്ല തൊഴിലാ. വാ സാറേ, അതെ ഞങ്ങൾ ഇവനോട് ഒരു ജോലി കൊടുക്കേണ്ട കാര്യത്തെ പറ്റി ആലോചിക്കായിരുന്നു. അല്ല, ജോലി എന്ന് പറഞ്ഞാ ഇവിടത്തെ തോട്ടത്തിൽ. അയ്യോ, ഈ തോട്ടപ്പണി എന്ന് പറഞ്ഞാൽ അത്ര മോശം തൊഴിലൊന്നും അല്ല. ഇപ്പോഴത്തെ കാലത്ത് ചുരുങ്ങിയത് MSc ഹോർട്ടിക്കൾച്ചറെങ്കിലും പാസ്സാവും. എന്റെ ഒരു ഇളയപ്പന്റെ മോനുണ്ട്, ജോർജുട്ടി. ജോർജുട്ടി. ഗാർഡൻ ഡിസൈനാ. നിലത്ത് നിൽക്കാൻ സമയമില്ല. 5 സ്റ്റാർ ഹോട്ടലുകാരും വലിയ വലിയ എസ്റ്റേറ്റ് മുതലാളിമാരും പൊക്കിക്കൊണ്ട് നടക്കല്ലേ. ഇവനാണെങ്കിൽ പിന്നെ അതിന്റെ ഈ കലാപരമായിട്ടുള്ള കട്ടിങ് എല്ലാം അറിയേ. എന്നാ പിന്നെ നോക്കി ഒരു മകനെ അവൻ. ശരി. ഇനി ഇതാണ് മകനെ നിന്റെ ഏതൻ തോട്ടം. ആദ്യം നീ ഈ തോട്ടം പിടിച്ചെടുക്കണം. അതിനുശേഷം ഇവിടത്തെ കുടുംബാംഗങ്ങളുടെ സ്നേഹവും മനസ്സും. നിന്നെ പോലും മകനുണ്ടായിരുന്നെങ്കിൽ എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ? അല്ല, ഇവനിവിടെ എങ്ങനെയും കയറി പറ്റി കഴിഞ്ഞാ മികച്ച നാടകകൃത്തിനുള്ള അവാർഡ് എനിക്ക് മന്ത്രിയുടെ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റേ. അത് മതി മന്ത്രിസഭ വിടാൻ. നീ പോയി വല്ല DDTയോ ചാഴിപ്പൊടിയോ കലക്കിക്കൊണ്ട് വാടാ. എന്തിനാച്ചാ? ഈ പ്രാണിശല്യമുള്ള ചെടികൾക്കൊക്കെ അടിക്കാൻ. ഇതും തോട്ടപ്പണിയുടെ ഒരു ഭാഗമാണ്. നീ എന്താ നോക്കിയിരിക്കണത്? തുടങ്ങടാ. അല്ലെങ്കിൽ വേണ്ട, കർത്താവിന്റെ നാമത്തില് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ആദ്യം ചേമ്പിലേക്ക് പറിച്ചളഞ്ഞിവിടെ വൃത്തിയാക്കല്ലോ. എടാ മഹാപാപി, അത് ആന്തൂറിയ നല്ല വിലപിടിപ്പുള്ള ചെടിയാ. നിന്റെ അപ്പോയിന്റ്മെന്റ് ഡിസ്മസിൽ ഒരേ ദിവസം തന്നെ ആക്കല്ലേ മകനെ. DDT ഉണ്ടോ? ചായപ്പൊടിയായാലും മതി. എന്തിനാ? പൂശാന. അച്ഛന് പൂശാന. എന്താ എന്താ? അല്ല, ഈ DDT കലക്കിയിട്ട് ചെടികൾക്ക് പൂശാന അച്ഛൻ പറഞ്ഞു വിട്ടതാ. ഓഹോ. ആന്തൂറി മാത്രം തൊടല്ലേ. ഇല്ല. എന്നിട്ട് അങ്ങോട്ട് മാറ്റി. ഇത് ചൊറിയണോ? മുഖ്യമന്ത്രിയുടെ ഭാര്യ ആയിരിക്കും അല്ലേ? അതെ. ഒരു സാധു കുടുംബത്തിലെ ചെറുക്കനാ. തൽക്കാലം തോട്ടക്കാരായിട്ട് നിന്നോളാൻ അദ്ദേഹം പറഞ്ഞു. സാധുക്കളെ കൈവടിയരുത് എന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നന്നായി. ചെടികൾ വെട്ടാനും നനയ്ക്കാനും എല്ലാം ഒരാളെ നിർത്തണമെന്ന് കരുതിയതാ. കുമാരാ, നീ ഈ പുല്ലിലൊക്കെ വെള്ളം ഒഴിച്ച് സമ്മർക്കായിട്ട് ചെയ്ത് നിർത്തിയാരെ. പിന്നെ ഈ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞേക്ക്. അതിരുകൾ ലംഘിച്ച് ഇവിടെ ചില പൂച്ചെടികൾ നിൽപ്പുണ്ട്. അത് യഥാസ്ഥാനത്ത് നട്ട്, അല്ല ഞാൻ പറയായിരുന്നു, അത് യഥാസ്ഥാനത്ത് നട്ട് അല്പം വെള്ളം ഒഴിച്ചാൽ ഒരു പൂങ്കാവനായിട്ട് മാറും. അല്ല, അതോ മാറ്റിയെടുക്കും. ഏതായാലും നന്നായി. മുഴുവൻ കാട് കയറി കിടക്കുകയായിരുന്നു. ഇതൊന്നും എടുത്ത് വെച്ചില്ലേ മകനെ? വച്ചോണ്ടിരിക്കാണോ? ഒന്ന് സഹായിക്കൂ മകനെ. എന്തായിക്കോട്ടെ. എന്റെ തലല്ല. അവിടെ കൊണ്ട് കളയൂ മകനെ. ആദ്യം ഇവനെ കൊണ്ടേ കളയച്ചോ. ഇങ്ങനെ സഹായിച്ച പോരെ? ആരാ? നീ ആരാ? ഞാനിവിടുത്തെ തോട്ടക്കാരൻ. തോട്ടിയോ? തോട്ടിയല്ല, തോട്ടക്കാരൻ. ഞാൻ അറിയാത്തൊരു തോട്ടക്കാരനോ? ഞാൻ ഇപ്പഴാ ചാർജ് എടുത്തേ. എടാ, ഗണപതിക്ക് തേങ്ങടക്കുന്ന ഇഷ്ട നിലടച്ചാണ് ചാർജ് എടുക്കുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മുഖ്യമന്ത്രി അളിയനാ. അയ്യോ, സാറ് ഇവിടെ നിന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല. മദ്യപാനമോ? ഞാനിങ്ങനെ ഈ പച്ച കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു. സാറാണോ രാമർ? ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഊതരുത്. പോടാ പോടാ പോ. എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താ. സാറോട് ഒളിവി താമസിക്കാണോ? എന്താ നോക്കുന്നേ? എന്താ മകളെ? കുമാരൻ. കുമാരൻ അന്വേഷിപ്പിയും കണ്ടെത്തുന്നല്ലേ പ്രമാണം. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്, കണ്ടെത്താതിരിക്കില്ല. വരൂ. അച്ഛോ. എന്താ മകനെ? അച്ഛനല്ല എന്നോട് പറഞ്ഞ നുണ പറയരുതെന്ന്. വലിയൊരു നന്മയ്ക്ക് വേണ്ടി ചെറിയൊരു നുണ പറയുന്നതുകൊണ്ട് കർത്താവ് നമ്മളെ ശിക്ഷിക്കില്ല മകനെ. മാത്രമല്ല, അവൻ എവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. വരൂ. അടി അടി, നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ ചാട്ടവാറ് കൊണ്ടടി. അഷ്ടദിക്കുകൾ കിടിലം കൊള്ളുമാറ് റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അകന്തയുടെ സന്തതികളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന സർപ്പസന്തതി, നിന്റെ കരങ്ങൾ പൊട്ടുമാറടിക്കൂ. കുമാരന്റെ ഡയലോഗല്ലേ? അതെ, അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ നായകന്റെ വേഷം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നാലോ? മതിടാ, ബാ.
കാപ്പി കുടിച്ചോ? ചേട്ടൻ തരട്ടെ? അങ്ങനെ ചേട്ടന് വേണോ? വേണ്ട, മോള് കഴിച്ചോട്ടോ. ഇനിയും ചേട്ടൻ തരാം. മോളെ വന്നേ. എന്താ അമ്മേ? കണ്ട് അവരുടെ ഇവരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങി കഴിക്കരുത് കേട്ടോ. എന്തിനാ സാർ കാണണോന്ന് പറഞ്ഞേ? എല്ലാം രഹസ്യമായിട്ട് നൽകാൻ ഈ അച്ഛന് കഴിയൂ. മോനോടുള്ള വാത്സല്യം പോലും എന്നെ ശപിക്കരുത്. എനിക്കറിയാം സാർ, ഒരു ജന്മം കൊണ്ട് തരാവുന്നതിൽ കൂടുതൽ സ്നേഹം ഈ വാക്കുകളിലുണ്ട്, ഈ മനസ്സിലുണ്ട്. എനിക്കത് മതി സാർ. മറ്റാരുമില്ലാത്തപ്പോഴെങ്കിലും നിനക്കെന്നെ അച്ഛന്ന് വിളിച്ചൂടെ? വേണ്ട സാർ, ആഗ്രഹമില്ല എന്നിട്ടല്ല. അങ്ങനെ ഒരു ശീലം നാവ് പഠിച്ച, എന്തെങ്കിലും അറിയാതെ നാവ് ഒരു പിഴവ് കാണിച്ച വേണ്ട. അമ്മയുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന എന്റെ അച്ഛന് മരിക്കുന്നതിന് മുമ്പ് എന്റെ മനസ്സിനേപ്പിച്ചിട്ട അമ്മ പോയത്. ആ അമ്മയുടെ ആഗ്രഹം പോലെ ഇപ്പൊ എനിക്കുണ്ടൊരാഗ്രഹം, ഒരിക്കലും ഒക്കെ വേദനിപ്പിക്കരുത്. മോനെ, നിനക്ക് വേണ്ടി അച്ഛൻ എടുത്തു വെച്ചതാ. കൊണ്ടുപോയി കഴിച്ചോളൂ. എന്താടാ എടാ കള്ള കഴിവേറി മോനെ, ഞാൻ അളിയാ പെങ്ങളെ, എടാ കക്കുമ്പോ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ പിടിച്ചു കൊടുക്കുമ്പോ അളിയന് മുമ്പ് എനിക്കൊരു വില ഉണ്ടാകത്തില്ലായിരുന്നോ? അളിയാ പെങ്ങളെ, ദേ നോക്കിയേ, കള്ളന്റെ താക്കോൽ കൊടുത്തെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ദേ കണ്ടോ, വന്ന് കേറിയ അന്ന് തന്നെ നീ എന്നെ വെള്ളപൂശവനല്ലേടാ, ഇപ്പൊ കരുതേക്കാനും തുടങ്ങിയോ? പെങ്ങളെ, ഇനി സൂക്ഷിച്ചോ, ഇവൻ പൊന്നിലും പണത്തിലും കൈവെക്കും. അതിനു മുമ്പ് ഇവരെ ഞാൻ അച്ഛൻ ഒന്നും ചെയ്യണ്ട. ചേട്ടനോട് പറഞ്ഞു ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടാ മതി. എന്നെ പറഞ്ഞുവിടരുത്. ഇല്ലടാ, നിന്നെ ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ട് ഞങ്ങൾ ഈ വീടിന് സബ് ജയിലിൽ നിന്ന് പേരിടാം. എടാ നീ എന്തെങ്കിലും അടിച്ചു മാറ്റിയാൽ ഈ പെങ്ങൾ വളരെ എന്നെയല്ലേ സംശയിക്കൂ. എന്താ എന്താ ഇവിടെ? കള്ളളിയാ, കള്ള അല്ലളിയാ, കള്ളൻ. ഞാൻ കയ്യോടെ പിടിച്ചതാ. ദേ കണ്ടോ, ആപ്പിള്. ആ അളിയനെന്തൊന്നും മിണ്ടാത്ത? എന്നാ ഞാൻ തന്നെ ഇവനെ പറഞ്ഞു വിടാം. നിന്നെ ഞാൻ അച്ചു സാർ, തെറ്റിയത് ഞാനാ, അറിയാതെ കൊതി കൊണ്ട്. ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല സാർ. എന്നെ പറഞ്ഞുവിടരുത്, ദയവ് ഇതെന്നെ പറഞ്ഞുവിടരുത് സാർ. മതി മതി. എന്താ സാർ? അല്ല ഇവൻ ഒന്നുമില്ല.
പോയി പറഞ്ഞു. ഇവിടെ കൊണ്ടുപോടാം. പോടാ 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 പോടാ. അല്ല പെങ്ങളെ, ഈ അളിയൻ എന്നെ അളിയനാ? അയ്യേ, ഇങ്ങനെന്നാ മനുഷ്യനാ? ഒരു കള്ളന്റെ കണ്ണീര് കണ്ടപ്പോ മനസ്സലിഞ്ഞു. ഈ അലിവ് എന്റെ കാര്യത്തിലില്ല കേട്ടോ. മോളിങ്ങനെ കളിച്ചിറന്നാ മതിയോ? സ്കൂളിലൊക്കെ പോയി പഠിച്ച് മിടുക്കിയായിട്ട് അച്ഛനെ പോലെ മന്ത്രിയാവണ്ടേ? അത് മോളെ. കഴിഞ്ഞ് അകത്തേക്കല്ലേ. എന്താ സാർ? നിനക്ക് ഞാനൊരു പാന്റും ഷർട്ടും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സൗകര്യം പോലെ തരാം. ഇവര് തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. എടാ ആപ്പിള് മോനെ, എന്താ എന്താ അവിടെ? സമയത്ത് എന്നെ കയറി പിടിച്ചു. നീ അകത്ത് പോ. സത്യമായിട്ട് ഞാനല്ലേ പറഞ്ഞത്. കല്യാണം കഴിക്കാൻ പറഞ്ഞ കേൾക്കില്ല. എന്നിട്ട് രാത്രി അമ്മ വൃത്തി കാണിക്കാം. അതളിയ എന്നെന്നറിയോ? എന്താ സാർ? ഇവിടെ ഒന്നുമില്ല. പൊയ്ക്കോ പൊയ്ക്കോ. പൊക്കോളൂ. യെസ് സാർ. എന്നാ പോയി ഉറങ്ങ്. അടുക്കള വൃത്തികെട്ടവൻ. അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വര. ഇടപാട് പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? വേഗം തിരുമ്മിക്കൊള്ളൂ, ഇല്ലെങ്കിൽ കവള് ആപ്പിൾ പോലെ ആകും. ഇലക്ഷൻ അടുക്കാറായി. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു അളിയനുണ്ട്, എപ്പോഴും തണ്ണിയാ. പുള്ളി എങ്ങനെങ്കിലും ഒന്ന് കുരുക്കിയ മുഖ്യനെ നമുക്ക് നാറ്റിക്കാം. അതൊക്കെ എങ്ങനെ ശരിയാവാനാണോ സാറേ? കുറിപ്പ് പറഞ്ഞാലും കാര്യമുണ്ട്. ഞാൻ കുറെ കാലം മുഖ്യന്റെ കൂടെ ആയിരുന്നല്ലോ. ഈ അളിയൻ എന്ത് വൃത്തികേട് കാണിച്ചാലും ശരി, മുഖ്യൻ അതൊക്കെ കണ്ണടച്ച് കളയും. അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതെന്താ? മുഖ്യം പണ്ട് രാഷ്ട്രീയം കളിച്ച് ഒളിവും ചെലവായി നടന്നപ്പോ പുള്ളിയുടെ വീട്ടിലെ വയസ്സായ അമ്മയ്ക്ക് ഏക ഒരു ആശ്രയം ഈ അച്ചുവായിരുന്നു. മുഖ്യന്റെ അമ്മ ഒരു മകനായിട്ടാണ് ആളെ കണക്കാക്കിയിട്ടുള്ളത്. എന്നെ ആരും ഇതുവരെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല, എന്റെ അളിയൻ പോലും. അതെ, മുഖ്യമന്ത്രി ആളത്ര ശരിയല്ല അല്ലേ? ആള് നല്ലവനാ, പക്ഷെ ആ പെണ്ണ് കേസ് അറിഞ്ഞത് കൊണ്ട് ഞാൻ അല്പം ഷോക്കായിപ്പോയി. ഏത് പെണ്ണ്? എന്ത് സംഭവം? അതൊക്കെ പറഞ്ഞ എന്റെ അളിയന്റെ ഇമേജ് പോത്തില്ലേ? ഒഴി നോക്കി നിൽക്കാതെ അച്ചുവേട്ടൻ ഒഴിച്ചു കൊടുക്കടാ. മറ്റേ സംഗതി പറഞ്ഞില്ലല്ലോ. മെഡിക്കൽ കോളേജിലെ സീറ്റിന്റെ കാര്യല്ലേ? അത് ഞാൻ നേറ്റി. അതല്ല, മുഖ്യനെ കുറിച്ച് എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? രഹസ്യോ? ഞാനപ്പോ പറഞ്ഞു. മുഖ്യന്റെ ഇമേജ് പോകുമെന്ന് പറഞ്ഞ ആ പെണ്ണ് കേസുണ്ടല്ലോ, അതെന്താണെന്നാ ചോദിച്ചത്. എന്റെ അളിയന്റെ ഇമേജ് കളയാനോ? ആർക്കാണ് കുടുംബത്തിൽ എത്ര ധൈര്യം? എടാ എന്റെ അളിയനെ കുറിച്ച് നീയൊക്കെ എന്തൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്? അഴിമതിയില്ല, കൈക്കൂലിയില്ല, സത്യസന്ധന എന്നെ പോലെ. എടാ നിനക്കൊക്കെ തർക്കമാണെങ്കിൽ അഴിമതി കേസ് കൊണ്ടുപോകാ പുല്ലുകളെ. അത് ശരി, ഞങ്ങളുടെ കള്ളം വാങ്ങി കുടിച്ചിട്ട് അവസാനം ഞങ്ങളെ തന്നെ തെറി പറയുന്നു. ഞാൻ പിന്നെ വേറെ ആരെ പറയൂടാ? ക്ഷണിച്ച് കാറെ കയറ്റി കൊണ്ടുവന്ന് കള്ള് തന്നിട്ട് ഒരുമാതിരി തന്തയില്ലാത്ത വേണ്ട വിട്ടേരെ. അലവലാതി അലബലാതി നിന്റെ മറ്റവനാ. എടാ കള്ളച്ചാറായിട്ട് കളറ് ചേർത്ത് സ്കോച്ചാണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നവനെ. എടാ മാന്യന്മാരെ കളിപ്പിക്കാതെ മാന്യമായിട്ട് ജോലി എടുത്ത് ജീവിക്കടാ.
അതവിടെ വെച്ചിട്ട് ഇറങ്ങി പോടാ. എടാ എടാ പുല്ലേ, എന്റെ എളിയൻ വിചാരിച്ചാലേ ഇതൊരു ഫാക്ടറി ഞങ്ങൾ ഉണ്ടാക്കും. ഇറങ്ങി പോവാൻ. ഞാൻ പോയേക്കാം. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേ ഹലോ അച്ചുവല കമോൺ ഒരു സ്മാൾ അടിച്ചിട്ട് പോന്ന് പറയരുത്. നിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കഴിക്കാൻ പോടാ. പോടാ. അളിയോ അളിയാ, അളിയാ, അളിയനെ കുറിച്ച് ചെറ്റകൾ അനാവശ്യം പറഞ്ഞളിയാ. എനിക്ക് സഹിക്കുവോ പെങ്ങളെ? അയ്യോ, എനിക്ക് സഹിക്കുവോ പെങ്ങളെ? കൊടുത്ത് ഞാൻ കണക്കില്ല. അളിയന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്റെ ഇമേജ, എന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ അളിയന്റെ ഇമേജ. നമുക്കൊരു ഡീസൻസ് ഒക്കെ ഇല്ലേ? അത് വിട്ട് ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ലളിയാ. അയ്യോ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്റെ പൊന്ന് ജാനകി, ഈ ഒറ്റ കാര്യം മതി, ഞാനും അളിയനും തമ്മിൽ ഇനിയും തെറ്റ. നീ പോ. ഭഗവാനെ, വിളമ്പി തരാൻ പോലും ആരുമില്ല. സാമ്പാറെങ്കിൽ സാമ്പാർ. പാപ്പച്ച, ഞാൻ പറഞ്ഞല്ലോ, സത്യമായിട്ട് എനിക്കറിയില്ല കുമാരൻ എവിടെയാന്ന്. നുണയാണ്, നിങ്ങൾക്കറിയാം. ഇത് വലിയ കഷ്ടമുണ്ടോ ലക്ഷ്മി? നിക്കൂ, ഇത് കുമാരന് കൊടുക്കണം പ്ലീസ്. സാറേ പോടാ, കുമാരനെ തന്നോടാ പറഞ്ഞത് പോവാൻ. ഓടോ. സാറൊന്നും കണ്ടാ പോയിക്കോളാം ഞാൻ. സാറേ ഇങ്ങോട്ട് വേണോ? അപ്പൊ ഇവിടുന്ന് അകത്തേക്ക് ഏറ്റോട്ട് പറഞ്ഞോ? അങ്ങോട്ട് മാറിയുന്നേ. ചലച്ചിത്ര ഗാനം കേൾക്കാനല്ലേ? കുമാര, ഇവിടെ ഒന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇതെന്റെ സ്വന്തം കാല. ഇവിടെ സാർ ഇതെന്റെ ആളാ. ഒരു മിനിറ്റ്. എന്താ? ഞാനിപ്പോ ഒരു ഹംസായില്ലേ? ഹംസേ, നീ എപ്പോ മതം മാറി? അയ്യേ, ഹംസയല്ല, അരയന്നം, ഹംസം. ദൂതുമായിട്ട് വന്നതാ. താമരയിലകളിൽ അരയെന്ന പെൺകൊടി കാമലേഖനമെഴുതുമ്പോൾ. അയ്യടാ, ഞാൻ പെണ്ണ് കാണാൻ വന്നല്ല. ഞാനിതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് നിനക്കറിയാമോ? നീ ആ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് എങ്ങനെയൊന്ന് വാങ്ങിച്ചെണ്ണം. അതിപ്പോ ഞാനെങ്ങനെയാ? നീ വിചാരിച്ചാൽ അത് നടക്കും. പിന്നെ നിന്നെ ഇവിടെ നിർത്തിയേക്കണേ. അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കത്ത്. അളിയൻ എന്തോ ആപത്ത് വരാൻ പോകും. അതും അളിയൻ അറിയാതെ. അളിയന്റെ ലൈഫ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കത്തിലെ രഹസ്യം അറിയണം. സാറായിരുന്നോ? നിന്നെയൊക്കെ പിരിച്ചുവിടാനുള്ള എല്ലാ നടപടിയും അയ്യോ എനിക്കിപ്പൊ പറയാൻ വയ്യ. നാളെ പറഞ്ഞേക്കാം. കള്ളനാണെന്ന് കരുതി അറിയാതെ. കള്ളനോട് പോലും ഇങ്ങനെ ചെയ്യല്ലേടാ, ദൈവം പോലും പൊറുക്കത്തില്ല. തൽക്കാലം നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്ത വിവരം പുറത്താരും അറിയണ്ട. വെറുതെ എന്തിനാടാ മറ്റുള്ളവരെ അറിയിച്ച് നിന്റെയൊക്കെ പണി കളയുന്നേ? പോ 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 പോ. എന്താ
കാണിക്കുന്നേ? അമ്മാവി എന്തായാലും ഇവളെ ഞാൻ കെട്ടാൻ പോവാ. പിന്നെന്തിനാ ഇവള് വെറുതെ കിടന്ന് കാരണത്? അമ്മാവി ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്താ ഇതാരാ പൊട്ടിച്ചത്? ഇങ്ങനെ തോട്ടം നോക്കുന്നേ? വലിയ ഗാർഡനർ ആണത്രേ. സ്റ്റുപ്പിഡ്. തുപ്പിടെന്ന് പറഞ്ഞ ചീത്തവാക്കെന്ന് മനസ്സിലായി, പക്ഷെ അർത്ഥം പിടിയിട്ടില്ല. തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ മനസ്സിലാക്കണല്ലേ ഈ പണി നിർത്തി കോളേജിൽ പോയി ചേർന്നോ? അപ്പൊ ബിന്ദു കോളേജിൽ പോണത് ഇതൊക്കെ പഠിക്കാനല്ലേ? ബിന്ദുവോ? എന്നെ പേര് വിളിക്കാൻ നീ ആരാ? ഇവിടുത്തെ മജിസ്ട്രേറ്റോ? ആ, വേഗം പണി തീർത്തിട്ട് വാ. ടൗണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. എന്താ ഞാൻ പറഞ്ഞു? ബഹളം വെക്കല് വെറുതെ. നിന്നോടാരാ ഇവിടെ വരാൻ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാ. ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നു. അവനാര്? എന്റെ ബോഡി ഗാർഡോ? ഞാൻ പോകുന്ന വഴി എന്റെ പുറകെ നടക്കാൻ. ജോലിക്കാരനാണെങ്കിൽ ജോലിക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. ഇവള് പറയുന്നതിലും കാര്യമില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടത് ഇവളല്ലേ? ഇനി അവനെ വേണ്ടച്ചാ, നമുക്ക് പറഞ്ഞയക്കാം. അന്ന് ആ ആപ്പിള് കേട്ടപ്പോഴേ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. അച്ഛനൊരു പാവായതുകൊണ്ടാ ഇങ്ങനെ എല്ലാരെയും വിശ്വസിക്കണേ. മനസ്സിനൊരു അതൃപ്തി തോന്നിയാ പിന്നെ നിർത്തുക നല്ലതെന്ന് ഇവിടുന്നല്ലേ പറയാറ്? വേണ്ട, എഴുന്നേക്കണ്ട. ഒരായുസ് മുഴുവൻ നിന്റെ അമ്മയെ ഞാൻ കണ്ണീര് കുടിപ്പിച്ചു. ഇപ്പൊ നിന്നെയും. ഇനി എനിക്ക് ഈ നാടകം തുടരാൻ വയ്യ. സാർ, ഒരിക്കലെങ്കിലും നീ എന്നെ അച്ഛാന്നൊന്ന് വിളിക്കണം. ഒരിക്കൽ മാത്രം. പോസ്റ്റ്മാനായത് ആ തെണ്ടി എങ്ങാണ്ട് കൊണ്ട് ഒളിപ്പിച്ചിട്ട് അവന്റെ കത്തുമായിട്ട് എന്റെ മോളുടെ പുറകെ നടന്നല്ലോ. മുട്ടുകാലിയെ തല്ലി ഓടിക്കും. തല്ലൊടിക്കാൻ മാറോ? തന്റെ പെട്ടയൻ അടിച്ചു വിളിക്കും. തന്റെ മോളവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ അത് അവള് ചെയ്ത് സുഹൃത്താ. താൻ എന്നെ ഏത് ജന്മ തപസ്സിരുന്നാലും ഇതുപോലെ മരുമാനം കിട്ടില്ലടോ. നിർത്തടാ, ഞങ്ങളുടെ മാനം കളഞ്ഞിട്ട ചെറ്റയ്ക്ക് വേണ്ടി ന്യായം പറഞ്ഞാലുണ്ടല്ലോ അതെങ്ങനെയാ ചിലപ്പോ നിനക്കും കാണൂല. തന്ത ഓക്കിരിതരം പറഞ്ഞ അടിച്ച് നിന്നെ സിലിണ്ടർ ഞാൻ പറയൂടാ. ഞാൻ ഇനിയും പറയും, നീയും അതേ പിഴച്ചുണ്ടായ വർഗം തന്നെയാ. പിഴച്ചുണ്ടായത് താനോടോ പുല്ലേ? അവൻ ആരുടെ മോനാന്നറിയ തനക്ക്? ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മോനെ. അവനിപ്പോ അവരുടെ കൂടെ താമസം. സംശയം താൻ അവിടെ ചെന്ന് നോക്ക്, എന്നിട്ട് അവിടെ ചെന്ന് കൂക്ക്. താൻ ഈ ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. എന്റെ പൊന്നു മക്കളെ, ദൈവം നേരിട്ട് കൊണ്ടു തന്ന ഒരു ചാൻസ് ആണിത്. ആദർശധീരനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഒരു സ്ത്രീലമ്പടനായിരുന്നു. രഹസ്യവേഴ്ചയിൽ ഒരു ജാരസന്ധി. അതിപ്പോ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എടോ, രഹസ്യം പുറത്തു വന്നാൽ ഉണ്ടാകാവുന്ന നാണക്കേട് കാരണം അങ്ങേര് തന്നെ ആ ചക്കര തട്ടിക്കാണും. കേരള മുഖ്യമന്ത്രി ശ്രീ MK വാര്യരുടെ മകനാണെന്ന് അവകാശപ്പെടുന്ന കുമാരന്റെ തിരോധാനത്തെ ചൊല്ലിയുണ്ടായ ബഹളത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇല്ലല്ലോ ഇത് പറയാൻ. ഒരു മാസം ഇവിടെ താമസിപ്പിച്ചിട്ടും ഒരിക്കലെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു സൂചനയെങ്കിലും തന്നിട്ടുണ്ടോ? എന്നിൽ നിന്നൊന്നും ഒളിക്കില്ലെന്നും ഞാനറിയാത്തൊരു സ്വകാര്യത പോലും നിങ്ങൾക്കില്ലെന്നും ഞാൻ വെറുതെ വിശ്വസിച്ചല്ലോ. ദൈവമേ, ചതിരാണ് നിങ്ങൾ, നീചനാണ്. ഇനി ഇതുപോലെ എവിടെയെല്ലാം ബന്ധങ്ങളുണ്ടെന്ന് ആർക്കറിയാം? വേണ്ട, ഈ മുഖം എനിക്കിനി കാണണ്ട. മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി. നാറാനുള്ളത് നാറി. ആ ചെറുക്കൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? മനുഷ്യനോട് പുറത്തിറങ്ങി നടക്കാൻ വയ്യ.
എടാ മോനെ, നിന്നെ എന്തിനാ ഇവിടെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നെന്ന് അറിയാമോ? മുഖ്യന്റെ മകനാണ് കുമാരനെന്ന് നാട് മുഴുവൻ പാട്ടായി. പിന്നെ നിന്നെ 3-4 ദിവസം കാണാതായാൽ ഈ നാട്ടിലുണ്ടാകാവുന്ന സംഭവ വികാസങ്ങൾ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ. അതിനുശേഷമാവാം ഭാവി പരിപാടികൾ. ഇനി ഇതങ്ങനെ വിടാൻ പറ്റില്ല. കേട്ടതെല്ലാം സത്യമാവണമെന്നില്ല. അയാളുടെ കൂടെ തന്നെ നിന്നോ? ഞാൻ ആരുടെ കൂടെ ഇല്ല. പിന്നെന്താ അയാൾ രാജി ആവശ്യപ്പെടാത്തത്? മുഖ്യ രാജിവെക്കണം. അച്ഛാ, മരുന്ന് കഴിക്കേ. എല്ലാരും കൂടെ കയറി മുറിച്ച് മനസ്സിന്റെ നൊമ്പരം മാറ്റാൻ ഒരു മരുന്നിനും കഴിയില്ല മോളെ. അവൻ എവിടെയുണ്ട്, ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. എല്ലാരും കാണെ മറയില്ലാതെ ഇത്തിരി സ്നേഹം കൊടുക്കാൻ പോലും ഈ അച്ഛന് കഴിഞ്ഞില്ല. കണ്ടു കൊതി തീർന്നില്ല. അതിനു മുമ്പ് എനിക്ക് വ്യക്തിപരമായി വാര്യരോട് യാതൊരു വിരോധവുമില്ല എന്ന് കരുതി ഇതങ്ങനെ വിട്ടുകൊടുക്കാമോ? ഇത്ര കിരാതമായ മൃഗീയമായ ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനിയും അയാൾ അധികാരത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കഴിവുകേട് കൊണ്ടാ. ഇനി അങ്ങോട്ട് നമുക്ക് കൂട്ടായിട്ട് ആരംഭിക്കാം. ആദർശവാനായ ആ ദയവഞ്ചകന്റെ തരിതരം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അധികാരം അത്തുപിടിച്ച ആ കൊലയാളിയെ ഇരുമ്പഴിക്കുള്ളിലാക്കുക എന്നതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. MKS വാര്യർ അധികാരം ഒഴിയുക. വാര്യർ അധികാരം ഒഴിയുക. നാട്ടുകാരുടെ ചീത്ത കേട്ട് മടുത്തു. അളിയനകത്ത് കയറി ഒളിച്ചിരുന്നാ മതിയല്ലോ. എപ്പറ്റി നോക്കുമ്പോൾ നോക്കുന്നത് എന്തിനാ അളിയം ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ശിക്ഷിക്കുന്നത്? ആ ചെറുക്കൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നോ? അവസാനം പോലീസ് വന്ന് ശവം മാന്തി എടുത്ത് വീട്ടുകാരെ മുഴുവൻ കൊണ്ടുപോകണമായിരിക്കും, കൈവിലങ്ങും വെച്ചോണ്ട്. അമ്മാവാ, അച്ഛനെ വഴക്ക് പറയാൻ അമ്മാവിനെ അധികാരം തന്നത്? ഇവിടെ കഴിയാൻ ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങി പോയിക്കോണം. മൂക്കറ്റം കുടിച്ചിട്ട് പാതിരാത്രി കയറി വന്നാൽ പോലും അമ്മാവിനോട് സ്ഥിരമായിട്ടൊരു ദേഷ്യം അച്ഛൻ ഇന്നുവരെ കാണിച്ചിട്ടുണ്ടോ? ഏട്ടനെ പറ്റി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് സാവധാനം പറയാന്ന് കരുതി. അച്ഛന്റെ മനസ്സിൽ കുമാരേട്ടൻ ഇന്നും ഒരു കുഞ്ഞാണ്, പിച്ചു വെച്ച് നടക്കുന്ന ആദ്യത്തെ കുഞ്ഞ്. ആ പ്രായത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരച്ഛന്റെ വേദന അമ്മാവനറിയില്ല. ഒന്നുറക്കെ കരയാൻ പോലും എന്റെ അച്ഛന് പറ്റുന്നില്ല. എന്റെ ഏട്ടൻ ഒന്നും വരുത്തല്ലേ ദൈവമേ എന്നാണ് എന്റെ പ്രാർത്ഥന. അമ്മയോടും ഞങ്ങളോടും അമ്മാവനുള്ള അതേ സ്നേഹമാണ് എനിക്ക് എന്റെ ഏട്ടനോടും. ഞാൻ എന്താവശ്യപ്പെട്ടാലും അമ്മാവൻ നിറവേറ്റാറില്ല. ഇപ്പൊ എനിക്ക് എന്റെ ഏട്ടനെ വേണം. എന്റെ ഏട്ടനെ കണ്ടുപിടിച്ച് താ അമ്മാവാ. കരയാതെ മക്കളെ, കരയാതെ. നിന്റെ കുമാരേട്ടനെ ഈ അമ്മാവും കൊണ്ടുവന്നു തരാം. കരയാതെ. ശിക്കാനായി കുമാരൻ എന്ന സാധു യുവാവിനെ നിഷ്കരണം കൊല ചെയ്ത മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ജോർജ് ആന്റണിയുടെ മുന്നിൽ അണിനിരക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നാളെ സംസ്ഥാന ബന്ദ്. കുമാരന്റെ തിരോധാനം ഒരു കൊലപാതകമാണെന്നും അതിന് ഉത്തരവാദിയായി മുഖ്യമന്ത്രി ശ്രീ MKS വാര്യർ തലസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ നാളെ ബന്ദ് ആചരിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും ബന്ദ്. ഇത്രയ്ക്കും ക്രൂരത പാടില്ല പെങ്ങളെ. എല്ലാ തെറ്റുകളും ആവർത്തിച്ചേറ്റു പറഞ്ഞ് എത്രയോ പ്രാവശ്യം ആ മനുഷ്യൻ ക്ഷമ ചോദിച്ചു. പക്ഷെ നിങ്ങൾക്കിപ്പോഴും വിശ്വാസം പുറം ലോകത്തെയാ. ആ പാപത്തിനെ കൊല്ലാക്കൊല ചെയ്യരുത്.
ഇനിയും അളിയോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കാൻ ഭാവമെങ്കിൽ ആയിക്കോ. പക്ഷേ അത് അധിക നാൾ നീണ്ടു നിൽക്കില്ല. മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ജോർജ് ആന്റണിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും. പെൺവാണിബ് എന്ന് പറഞ്ഞ് ഇവനല്ലേ പാർട്ടിന്ന് പുറത്താക്കിയത്, എന്നിട്ടിപ്പൊ മുഖ്യമന്ത്രിയോ? നമ്മുടെ നാടിന്റെ ഓരോ ഗതികേട്. നിങ്ങളെപ്പോലെ തന്നെ കുമാരനെ കാണാതായ സംഭവത്തിൽ എനിക്കിപ്പോ സംശയമുണ്ട്. മുഖ്യമന്ത്രി വധത്തിനു വേണ്ടി ഇവ മനഃപൂർവ്വം ഒരുക്കിയ നാടകമല്ലേ ഇത്? ഇവനൊരു രഹസ്യ സങ്കേതമുണ്ട്. ഒരിക്കൽ എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. കുമാരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ കാണും. അതേ കണ്ടോ, എന്നെ മുഖ്യമന്ത്രിയാക്കിയിട്ടേ അടങ്ങൂ എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ പിടിവാശി. കാരണം നിന്നെ നിന്റെ അച്ഛൻ തന്നെ കൊന്നതാണെന്നാ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. വെറുതെ എന്തിനാ അവരുടെ വിശ്വാസം തെറ്റിക്കുന്നത്? നീ കരുതുന്നത് പോലെ ഞാൻ അത്ര ക്രൂരനൊന്നും അല്ല കുട്ടാ. ദേ, ഞാൻ അധികാരത്തിൽ വന്നാലേ നിനക്കൊരു രക്തസാക്ഷി മണ്ഡപം പണിത് തന്നേക്കാം മോനെ. പക്ഷെ അതിനു മുമ്പ് നിന്റെ ശവം കൊണ്ടുപോയി ഏതെങ്കിലും കായലിൽ തള്ളണം. വേഗം വിട. ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. ഇൻകം ടാക്സ് റെയ്ഡാണോ? അല്ല, ഇൻട്രസ്റ്റിംഗ് റെയ്ഡാണ്. ഞങ്ങളുടെ ചെറുക്കൻ ഇതിനകത്തുണ്ട്. ഏത് ചെറുക്കൻ? പിടിച്ച് മാറ്റണം. നേരായി. കുമാരനകത്തുണ്ട്. ഇവന്മാരെ ഞാൻ മാന ചെയ്തോളാം. നീ ഇടിച്ച് കയറിക്കോ. ചെല്ലേ. കിടക്കം പൊടിഞ്ഞു വെട്ടി, തോതിലൊടക്കി, കയ്യിൽ ചുറ്റി, വയറ്റിലടിച്ചു, കാലിലൊടക്കി. കുമാര, പാപ്പച്ച, ബാറ്ററി ഡൗൺ ആയോ? ചാർജ് ചെയ്യാ. അച്ചുവേട്ടാ, രണ്ടെണ്ണം അടിച്ച് പൂന്ത് വിളയാട്. മുളക് അയ്യോ
അറിയാ ഇത് ഞാനാ നമ്മുടെ കുമാരനെ കണ്ടു കിട്ടി. മതി മതി. ആ, ഇത്രയും കാലം ഈ നാടിനെ സേവിച്ചതിന് നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും തന്ന സൽപ്പേര് ധാരാളം മതി. ഇതെന്റെ ചോരയാണ്. ഒരിക്കൽ പോലും വേദനയല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ മകനാണ്. നമസ്കാരം. അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് പെണ്ണു ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്റെ മകന് വേണ്ടി പെണ്ണു ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്.